ഈ പൊട്ടിത്തെറിക്കുന്ന സ്ത്രീയാണോ നീ ഇന്റർവ്യൂ ചെയ്യാൻ പോകുന്നത്, സൂക്ഷിച്ചോണേ എന്നതായിരുന്നു അവരുടെ എല്ലാം മറുപടി. മറ്റാരുമല്ല, ശാരികയാണ്. വളരെ നന്ദി. Once upon a time, there lived a ghost. അയ്യോ, ഞാൻ എന്റെ ചിരിക്കുന്ന മുഖം പ്രേക്ഷകർ ഇപ്പൊ ആദ്യമായിട്ടായിരിക്കും കാണാം. കട്ട് ചെയ്യട്ടെ, എല്ലാ കുളമാക്കുന്നു. ഓക്കെ ഓക്കെ ഓക്കെ. പപ്പ പോലീസുകാരനാകേണ്ട ഒരാളെ ആയിരുന്നില്ല. പക്ഷെ പപ്പ ഒരുപാട് നാൾ ആരിൽ നിന്ന് സർവീസ് കിട്ടി ഈ ഒരു സ്വഭാവം? ഏത് സ്വഭാവം? അവൻ എനിക്ക് അറിയാവുന്ന അത്ര പ്രശ്നക്കാരിയൊന്നും അല്ല. ഈ ചെറിയ എന്തോ കുഴപ്പമുള്ളൂ, വേറെ പ്രശ്നമൊന്നുമില്ല. ഞങ്ങൾ ഗ്യാങ് ഉണ്ടായിരുന്നു, ഡാഫോഡിൽസ് എന്ന് പറഞ്ഞ ഗ്യാങ്. ഞങ്ങൾ ഇപ്പോഴും ഉണ്ട് ആ ഗ്യാങ്. എന്താ പേരെന്താ? ഡാഫോഡിൽസ്. മറ്റേ ഈ 5 fingers അതൊക്കെ അതെ, അതുപോലെ ഞങ്ങൾ ഒരു 9 ലേഡി. ഇതൊക്കെ കേൾക്കണോ? 38 വയസ്സൊന്നും പറയല അല്ലേ? അല്ലേ? ഒരു 28 വയസ്സല്ലേ പറയത്തുള്ളൂ, എന്താ ചെയ്യാം. പോട്ടെ, എന്നാലും ഒരു 30 സന്തോഷമായി ഗോപി ഏട്ടാ. അപ്പൊ അങ്ങനെ ഇപ്പൊ പുള്ളി ആദ്യം ചോദിച്ചൊരു സ്റ്റേറ്റ്മെന്റ് ആണ് നമ്മളെ അങ്ങ് ഡൗൺ ആക്കി കളയുന്നത്. പ്രസംഗിച്ച് നടന്നെന്ന് കരുതി ഒരിക്കലും LLB കാര്യമാണോന്നില്ല. ലോയ്ക്ക് വേണ്ടത് പ്രസംഗമല്ല എന്നൊരു ഡയലോഗിലൂടെയാണ് പുള്ളിയുടെ ഒരു കോളിന് തുടങ്ങി. ഞാൻ ഇന്നും ആ കോള് മറക്കത്തില്ല ഒരിക്കലും. സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞു, നിന്നെ കെട്ടിച്ചുവിടാനുള്ളതാണ്. കണ്ട പ്രായമുള്ള അഡ്വക്കേറ്റ്മാരുടെ അടിയിൽ പോയി കിടന്നുകൊണ്ട്, അല്ലെങ്കിൽ അങ്ങനെ അവരുടെ പുറകെ കിടന്ന് ജൂനിയർ ആയിട്ട് അങ്ങനെ ഇതാവേണ്ട ആവശ്യമില്ല. കാലം കുറെ എടുക്കും എന്തെങ്കിലുമൊക്കെ ആകാൻ. പുള്ളിക്ക് എങ്ങനെ അളക്കാൻ സാധിക്കും നമ്മുടെ കഴിവിന്റെ അളവ്? ഞാൻ പുള്ളിയോട് പിന്നീടുള്ള എൻ്റെ ജീവിത സന്ദർഭങ്ങളൊക്കെ ഞാൻ പുള്ളി നിങ്ങൾക്ക് എന്നെ സ്ത്രീയായിട്ട് പരിഗണിക്കണ്ട. നിന്നെ ഞാൻ സ്ത്രീയായിട്ട് കണ്ടിട്ടില്ലെന്ന് അയാൾ പലവട്ടം എൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞു. എൻ്റെ കൂടെ കിടന്നിട്ട് അയാളുടെ മകളുടെ അമ്മയായിട്ട് അയാൾ എന്നോട് പലവട്ടം മുഖത്ത് നോക്കി പറഞ്ഞിട്ടുണ്ട്, നിന്നെ ഞാൻ സ്ത്രീയായിട്ട് പരിഗണിച്ചിട്ടില്ല. അവളോട് എന്ത് പറയാനാ, കുഞ്ഞ്. എന്നാലും അവരൊരു പ്രത്യേക മെന്റൽ ട്രോമയിലൂടെ അവരുടെ കണ്ണിൽ മുമ്പിൽ കടന്ന് മരിക്കുമായിരുന്നു എൻ്റെ പപ്പ. ഹലോ ഹായ് നമസ്കാരം, ഇറ്റ്സ് മീ ഷിബിങ്ങാട്സ് ബറുവ. വെൽക്കം ബാക്ക് ടു അനദർ എപ്പിസോഡ് ഓഫ് മൈൻഡ്സ്കേപ്പ്. ഇൻ്റർവ്യൂകളിലൂടെ ഏറെ ശ്രദ്ധേയമായ ഒരു വ്യക്തിത്വമാണ് ഇന്ന് എൻ്റെ ഫ്രണ്ടിലിരിക്കുന്നത്. ഇദ്ദേഹത്തെ ഞാൻ ഇൻ്റർവ്യൂ ചെയ്യാൻ പോകാമെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ നാട്ടുകാരും വീട്ടുകാരും കൂട്ടുകാരും എന്ന് വേണ്ട എല്ലാവരും പറഞ്ഞത്, ഈ പൊട്ടിത്തെറിക്കുന്ന സ്ത്രീയാണോ നീ ഇൻ്റർവ്യൂ ചെയ്യാൻ പോകുന്നത്, സൂക്ഷിച്ചോണേ എന്നതായിരുന്നു അവരുടെ എല്ലാം മറുപടി. മറ്റാരുമല്ല, എൻ്റെ ഏറെ പ്രിയപ്പെട്ട സുഹൃത്ത് ശാരികയാണ് നമ്മുടെ മൈൻഡ്സ്കേപ്പിലേക്ക് എത്തിയിരിക്കുന്നത്. ഹൃദയംഗമമായ സ്വാഗതം. വളരെ നന്ദി. എന്നെ വിളിച്ചോണ്ട് വന്നൊരു പുലിമടയിലേക്കാണോ എന്നെനിക്ക് സംശയമില്ലാതില്ല. ഇല്ല, വളരെ ഡീസന്റ് ആയിട്ടാണ് ഉദ്ദേശിക്കുന്നത്. അതായത് നമ്മൾ ഉദ്ദേശിക്കുന്നത്, ഇതുവരെ ശാരിക ഇന്റർവ്യൂ ചെയ്തേ ജനങ്ങൾ കണ്ടിട്ടുള്ളൂ, ശാരികയെ ഇന്റർവ്യൂ ചെയ്ത് കണ്ടിട്ടില്ല. അതാണ് നമ്മൾ കാണിക്കുന്നത്. ആരാണ് ശാരിക? ആരാണ് ഞാൻ? ആരാണ് നീ? ആരാണ് ഞാൻ? ആരാണ് നീ? ഓക്കെ. ശാരിക എന്ന് പറഞ്ഞാൽ എൻ്റെ സ്വന്തം നാട് ആലപ്പുഴ ജില്ലയാണ്. ആലപ്പുഴ ജില്ല. നമുക്ക് ജനനത്തിൽ നിന്ന് തന്നെ തുടങ്ങാം. ജനനമൊക്കെ ഞാൻ എങ്ങനെ പറയാനാടേ? എവിടെ ജനിച്ചു? ആലപ്പുഴ ജില്ല. ആലപ്പുഴ ജില്ലയിലെ വണ്ടാനം മെഡിക്കൽ കോളേജിൽ അല്ലെന്ന് ജനറൽ ഹോസ്പിറ്റലാണ് ഞാൻ ജനിച്ചത്. അപ്പൊ എൻ്റെ സ്വന്തം നാട്, എൻ്റെ അമ്മയുടെ നാട് ആലപ്പുഴയാണ്. അവിടെയാണ് ജനിച്ചത്. എൻ്റെ ഒരു 7ാം ക്ലാസ് വരെ അവിടെയാണ് എൻ്റെ ബാല്യം ഞാൻ ചെലവഴിച്ചത്. എൻ്റെ പപ്പ എന്ന് പറഞ്ഞാൽ അദ്ദേഹം മരിച്ചുപോയി. അദ്ദേഹം വിളിച്ചിരുന്നത് അദ്ദേഹത്തിന്റെ സ്വന്തം നാടായ ചേർത്തലയിലേക്കാണ്. ഞങ്ങൾ 10ാം ക്ലാസ്സിൽ വെച്ച് മരിച്ചുപോയി. ഇല്ല, പപ്പ എൻ്റെ കല്യാണമൊക്കെ കഴിഞ്ഞു. പപ്പ ഇപ്പൊ ഇല്ല, ഇപ്പൊ മരിച്ചു. 7ാം ക്ലാസ്സിൽ വെച്ച് മരിച്ചു ചെയ്യട്ടെ, എല്ലാ കുളമാക്കുന്നു. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ വിദ്യാഭ്യാസവും കാര്യങ്ങളും ഒക്കെ എങ്ങനെയായിരുന്നു? എൻ്റെ സ്വന്തം സ്ഥലം ആലപ്പുഴയാണ്. ആലപ്പുഴയിലാണ് ഞാൻ ജനിച്ചത്. വളർന്നതും അവിടെ തന്നെ. 7ാം ക്ലാസ് വരെ അവിടെയാണ് പഠിച്ചത്. ആലപ്പുഴ പഴവീട് എന്ന് പറയും. അവിടെ ഗവൺമെൻറ് UP സ്കൂൾ തിരുവാമ്പാടിയിലായിരുന്നു എൻ്റെ പഠനം. ഗവൺമെൻറ് സ്കൂളാണ് പഠിച്ചത്. അവിടുത്തെ പഠിത്തത്തിലൊക്കെ കെങ്കേമിയായിട്ടിരുന്ന സ്കൂൾ ടീച്ചർമാർക്ക് പെറ്റായിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു. ഈ സ്കൂൾ ടീച്ചർമാരുടെ ഇപ്പോൾ ചോദിച്ചാൽ അങ്ങനെയൊക്കെ തന്നെ പറയും. അവർക്ക് ഏറ്റവും പ്രിയപ്പെട്ട സ്റ്റുഡന്റ് തന്നെയായിരുന്നു. എനിക്കത് ചെറിയ ഡൗട്ട് ഉണ്ട്. അല്ല, അപ്പൊ ഇന്ന് കാണുന്ന ഈ ശാരിക അല്ലായിരുന്നു അന്ന്? അല്ലേ, അന്ന് ഞാൻ പ്രസംഗം എൻ്റെ ഒരു വീക്ക്നെസ് ആയിരുന്നു. അന്നും എനിക്ക് തോന്നുന്നു 2nd സ്റ്റാൻഡേർഡ് തൊട്ട് ഒരു 10th സ്റ്റാൻഡേർഡ് സ്കൂൾ തലത്തിലും സ്റ്റേറ്റ് ലെവലിലും ഒക്കെ ഞാൻ സമ്മാനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട്. സ്കൂളിലെ കലാകാരപരമായ പരിപാടികളിലും സയൻസ് പരമായിട്ടുള്ള പരിപാടികളിലൊക്കെ ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. സയൻസിൽ 6ൽ ഞാൻ വീക്കാണ്. ഞാൻ 10ാം ക്ലാസ്സിന് ശേഷം എടുത്ത് പഠിച്ച ഹ്യൂമാനിറ്റീസ് ആണ്. ലിറ്ററേച്ചർ ആണ് എൻ്റെ മെയിൻ സബ്ജക്ട്. MA ലിറ്ററേച്ചർ ആണ് എൻ്റെ ബിരുദാനന്തര ബിരുദം എന്ന് പറയുന്നത്. സോ ഞാൻ വളർന്നത് 7ാം ക്ലാസ് വരെ എൻ്റെ അമ്മയുടെ തറവാട്ടിൽ നിന്നാണ് പഠിച്ചത്. അതിനുശേഷം 7ാം ക്ലാസ്സിലായപ്പോഴാണ് ഞങ്ങൾ വീട് വെക്കുന്നു. പപ്പ ഗവൺമെന്റ് ഉദ്യോഗസ്ഥനായിരുന്നു, പോലീസിലായിരുന്നു, പോലീസ് ഡ്രൈവറായിരുന്നു. പക്ഷെ പാവം പോലീസുകാരനാട്ടോ, മറ്റേ കപ്പടയല്ല. അപ്പൊ പാവപ്പെട്ട പോലീസ്. അപ്പൊ 9 വർഷം സർവീസിലുണ്ട്. ശ്രദ്ധിച്ചിട്ടില്ലേ, പണ്ട് ഉള്ളവർ പറയുന്ന കേൾക്കാം, ഏത് പോലീസ് സ്റ്റേഷനിൽ പോയാലും 1-2 നല്ല ഉദ്യോഗസ്ഥർ കാണും. പാവം ഉദ്യോഗസ്ഥർ. പപ്പ പോലീസുകാരനാകേണ്ട ഒരാളെ ആയിരുന്നില്ല. പക്ഷെ പപ്പ ഒരുപാട് നാൾ സർവീസിൽ കിട്ടി ഈ ഒരു സ്വഭാവം. ഏത് സ്വഭാവം? ഞാൻ വളരെ കുലീനയായ യുവതിയാണ്. അല്ല, ഞാൻ തമാശ, അമ്മ ഇച്ചിരി ഷോർട്ട് ടെമ്പേർഡാണ്. ഞാൻ എന്റെ കൂട്ടുകാരോട് ഇന്നപോലെ സംസാരിച്ചപ്പോ കൂട്ടുകാരെല്ലാം പറയുക, ആ പൊട്ടിത്തെറിക്കുന്ന പടക്കം സ്ത്രീയുമായിട്ടാണോ നീ ഇന്റർവ്യൂ ചെയ്യാൻ പോകുന്നത്?
അടി മേടിക്കാൻ നോക്കിക്കോ കേട്ടോ എന്നുള്ള ഇതിലാ പറയുന്നത്. അവൻ എനിക്ക് അറിയാവുന്ന അത്ര പ്രശ്നക്കാരിയൊന്നും അല്ല, ഈ ഇതേ ചെറിയ എന്തോ കുഴപ്പമുള്ളൂ, വേറെ പ്രശ്നമൊന്നുമില്ല, ഹാൻഡിൽ ആവുന്നില്ല. കുറച്ച് രോഷാകുലിയാവും ചില സമയങ്ങളിൽ, എല്ലാ സമയങ്ങളിൽ വളരെ പാവം പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. പാവം ഇൻ ദ സെൻസ് ഞാൻ ബേസിക്കലി പാവമാണ്, പക്ഷെ ആൾക്കാരോട് ഇടപഴകുന്ന രീതി എന്ന് പറഞ്ഞാൽ എനിക്കിങ്ങനെ കുണുങ്ങി കുണുങ്ങി ആ ഷിബിനെ എന്താണ് പറയടാ അങ്ങനെ പറയാൻ എനിക്ക് അറിഞ്ഞൂടാ. എന്ത് പറയടാ, എന്തുണ്ടടാ നിനക്ക് വിഷയം, ഇന്ന് പറയടാ മുത്തേ എന്നൊക്കെ അങ്ങനെയൊക്കെ എല്ലാവരും ചോദിക്കുന്ന കേട്ടോ. പക്ഷെ ഞാൻ ചോദിക്കും ആ ഷിബിനെ എടാ എന്നാ ഉണ്ടടാ, ആ ഒരു സ്റ്റൈലാണ് എനിക്ക്. അങ്ങനെയാണ് ഞാൻ, ടോൺ അങ്ങനെയാണ്, ടോൺ ഒരു റഫ് ടോൺ ആണ് എൻ്റെത്. അതുകൊണ്ട് ഞാനൊരു ഭയങ്കരയോ അല്ലെങ്കിൽ ഒരു ധാർഷ്ട്യക്കാരെന്ന് പറയുന്ന റീസൺ ഇതാണ്, ഞാൻ സ്ട്രെയിറ്റ് ഫോർവേഡ് ആണ്, സ്ട്രെയിറ്റ് ആയിട്ട് മുഖത്തോക്കി കാര്യങ്ങൾ. ഇപ്പം ഒരാളോട് ഇപ്പോൾ കടയിൽ ഒരു സാധനം മേടിച്ചാൽ നമ്മൾക്ക് മടിയല്ലേ, മോശ സാധനം, ചേട്ടാ ഇതൊരു മോശ സാധനമല്ലേ ചേട്ടൻ ഇതെന്തേ, ഞാൻ ചെന്നിട്ട് ചോദിക്കും എന്ത് പരിപാടിയാണോ താൻ കാണിച്ചേ, കാശ് കൊടുത്തല്ലേടോ ഞാൻ വാങ്ങിച്ചത്, 265 രൂപ കൊടുത്ത് സാധനം വാങ്ങിച്ചിട്ട് താൻ എന്നാ പരിപാടിയാണോ കാണിച്ചത്, ഫ്രഷ് പീസ് അല്ലേടോ തരണമെന്ന് ഞാൻ ചോദിക്കും. മൊത്തത്തിൽ മുടയാ. അപ്പൊ എന്റെ അമ്മയൊക്കെ എന്നോട് ചോദിച്ചു എടി അവരല്ലേ മനുഷ്യരല്ലേ, അബദ്ധം പറ്റത്തില്ല. ഞാൻ പറഞ്ഞു ഓഹോ കാശണി വാങ്ങിക്കുമ്പോൾ അബദ്ധമൊന്നും പറ്റത്തില്ല, ഇയാളെന്നെ എനിക്ക് 1 രൂപ കുറച്ച് തരുമോ എന്ന് പറയും. അതുപോലെ ഇപ്പൊ KSRTC നമ്മളേതെങ്കിലും ബസ്സിലൊക്കെ കയറുമ്പോൾ ചില്ലറ തരാനവർക്ക് മടിയാണല്ലോ, ബാലൻസ് ആയി ഇപ്പൊ 47 രൂപയുടെ പോയിന്റിലാണ് നമ്മൾ പോകുന്നതെങ്കിൽ 3 രൂപ കാണത്തില്ല, അവരങ്ങ് ടാറ്റ പറഞ്ഞു വിടും. മറിച്ച് നമ്മൾ 47 വരെ 45 രൂപ കൊടുക്കുന്നത് ഇന്ന സ്ഥലത്ത് ഇറങ്ങാൻ പറഞ്ഞാൽ അവർ സമ്മതിക്കത്തില്ല. അപ്പൊ അതാണ് ന്യായമില്ലായ്മയ്ക്ക് ഞാൻ എതിർക്കും. അപ്പൊ അത് പറയുകയും ചെയ്യും മുഖത്ത് നോക്കി. അപ്പൊ അമ്മയുടെ പേര് ഷീല എന്നാണ്. അപ്പൊ പുള്ളിക്കാരത്തി ഷീല നിന്റെ അമ്മ ഹൗസ് വൈഫാണ്. അമ്മ ഒരുപാട് ചെറുപ്പത്തിൽ വിവാഹം കഴിച്ചതാണ്. 19ാമത്തെ വയസ്സിൽ അമ്മയുടെ 19ാമത്തെ വയസ്സിൽ അമ്മയുടെ പ്രീ ഡിഗ്രി കഴിഞ്ഞപ്പോ അന്ന് അമ്മയുടെ വീട്ടില് 10 മക്കളാ. അമ്മ ഏറ്റവും ഇളയത്. 19 സത്യം പറഞ്ഞാൽ പണ്ടുള്ളവർ വിവാഹം കഴിച്ച് നോക്കുമ്പോൾ വലിയ പ്രായമൊന്നും അല്ല. അതായത് അമ്മയുടെ കാഴ്ചപ്പാടിൽ അമ്മ പറയുന്ന പോലെ കഷ്ടപ്പാടുകളിലേക്ക് കയറുവാണല്ലോ കല്യാണം എന്ന് പറയുമ്പോൾ. അപ്പൊ അമ്മ പാറിപ്പറന്ന് നടന്നിരുന്ന പ്രീ ഡിഗ്രി കാലഘട്ടത്തിൽ നിന്ന് അമ്മയെ പറിച്ച് അല്ലല്ല പപ്പ ഗവൺമെന്റ് ജോലി ആലോചിച്ച് വന്നതാണ്. അമ്മയുടെ അറേഞ്ച്ഡ് മാരേജ് ആണ്. അപ്പം 10 മക്കളിൽ 9ാമത്തെ ആളായിരുന്നു അമ്മ. വീട്ടിലെ ചെല്ല കുട്ടികൾ 2 പേര്, അമ്മയുടെ അനിയത്തി കുഞ്ഞമ്മയുണ്ട്, കുഞ്ഞമ്മയും ഇവരും ചെല്ല കുട്ടികളായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ അമ്മ വിവാഹം കഴിച്ചത് ഒരു കുഗ്രാമമായിരുന്നു അന്ന്. തണ്ണീർമുക്കം ഇന്ന് വളരെ നല്ല ഒരു മനോഹരമായിട്ടുള്ള ഡെവലപ്ഡ് ഗ്രാമമാണ്. ഏറ്റവും കൂടുതൽ ഗവൺമെന്റ് ഉദ്യോഗസ്ഥരുള്ള നല്ല വികസിതമായിട്ടുള്ള ഒരു ഗ്രാമമാണ്. പക്ഷേ പാലം വന്നതോടെ തന്നെ മാറ്റം വന്നു. മാത്രമല്ല അവിടെ എല്ലാ കാര്യങ്ങളും നമുക്ക് കിട്ടും. ശാന്തമായിട്ടുള്ള ഒരു ഗ്രാമമാണ്. എന്നാൽ നല്ല ആമസോൺ കാടുകളിലൂടെ പോകുന്ന ഒരു സുഖം നമുക്ക് ആ ഗ്രാമപ്രദേശത്തിലൂടെ പോകുമ്പോൾ തോന്നും. പക്ഷേ ഒരിക്കൽ ഞാൻ വെറുത്തിരുന്ന ഒരു ഗ്രാമമാണ്. ഞാൻ ആലപ്പുഴയെ ഭയങ്കരമായി സ്നേഹിക്കുകയും അമ്മ വീട്ടിൽ നിന്ന് വളർന്നുകൊണ്ട് അമ്മ വീടിനെ ഇഷ്ടപ്പെടുകയും അതുകൊണ്ട് അവിടെ തന്നെ 7ാം ക്ലാസ്സിലേക്ക് പുതിയ വീട് വെച്ച് പപ്പ ഗൾഫിൽ പോയി. 9 വർഷം മുഹമ്മ പോലീസ് സ്റ്റേഷനിലാണ് എൻ്റെ ഓർമ്മയിൽ പപ്പ വർക്ക് ചെയ്തിരുന്നത്. പപ്പ ഗൾഫിൽ പോവുകയും ഗൾഫിൽ പോയി അമ്മയുടെ ആങ്ങളമാരൊക്കെ ഗൾഫിലായിരുന്നു. അതുകൊണ്ട് തന്നെ ഗൾഫ് ഫാമിലി ആയിരുന്നു അവർ. അതുകൊണ്ട് വീട് വെക്കാനുള്ള ആഗ്രഹം കൊണ്ട് പപ്പയും ലീവ് എടുത്ത് ഗൾഫിൽ പോയി. അവിടുന്ന് വീടൊക്കെ വെച്ച് എൻ്റെ 7ാമത്തെ വയസ്സിലാണ് 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് വീട് വെക്കുന്നത്. വീട് വെച്ചിട്ട് എന്നെ ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ ഞാൻ കരഞ്ഞോണ്ടാണ് സാധനങ്ങളുടെ പുറകെ എന്നെ ഇരുത്തിക്കൊണ്ട് പപ്പ വരുന്നതെന്ന് ഓർക്കുന്നുണ്ട്. വെറുപ്പായിരുന്നു, എനിക്ക് ഇഷ്ടമല്ല. സ്കൂളിലൊക്കെ അടുത്ത സ്കൂളിൽ തണ്ണീർമുക്കം സ്കൂളിലാണ് പിന്നെ ഹൈസ്കൂൾ കാലഘട്ടം തന്നെ. അപ്പം അവിടെ ഞാൻ സ്കൂളിലൊക്കെ ഗ്രാമമായതുകൊണ്ട് നമ്മൾ ചെല്ലുമ്പോഴേ അറിയാം UP സ്കൂളിലെ ഏറ്റവും ഒരു മുട സാധനം വരുന്നുണ്ട്, അവള് ഭയങ്കര സ്മാർട്ടാണെന്നാണ് അവിടുത്തെ പഠിപ്പികളൊക്കെ അറിഞ്ഞത്. ഇതൊക്കെ ഞാൻ വർഷങ്ങൾക്ക് ശേഷം പിന്നെ ഒരു സ്കൂൾ മീറ്റപ്പിനാണ് ഞാൻ അറിയുന്നത്. ഞാൻ ചോദിക്കുന്ന പണ്ട് തൊട്ടേ ഇങ്ങനെ രോഷാകുലിയാണ് ഉടക്കും അടിയും അങ്ങനെ ചെറുപ്പത്തിൽ വല്ല അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ട്. എന്താ വെച്ചാൽ ഞാൻ സ്കൂൾ ലീഡറും ക്ലാസ് ലീഡറും ഒക്കെ ആയിരുന്നു. അപ്പൊ ക്ലാസ്സിൽ മിണ്ടാതിരിക്കുന്ന ആമ്പിള്ളേരുടെ അലമ്പിടുന്ന ആമ്പിള്ളേരുടെ ഒക്കെ അന്നേ ഞാൻ ആമ്പിള്ളേരുടെ കണ്ണിലെ കരണം അവന്മാരുടെ പേരെഴുതും. പേരെഴുതി കഴിഞ്ഞപ്പോ അവന്മാർ എന്ത് ചെയ്തു, അവസാനം ഇവന്മാർ എനിക്ക് ഒരു ഗരുഡന്റെ പ്രതിമ ഇവന്മാരുണ്ടാക്കി. എന്നിട്ട് ഇവന്മാർ എന്നെ ഗരുഡൻ എന്ന് ഇരട്ടപ്പേരിട്ട് വിളിച്ചു. ഗരുഡൻ എന്താന്ന് എനിക്ക് അറിഞ്ഞൂടാ. എന്നിട്ട് അവന്മാർ എന്ത് ചെയ്യുന്നറിയോ, ക്ലാസ്സിൽ ഞങ്ങളെ പഠിപ്പിച്ചിരിക്കുന്ന സമയത്ത് ജനലിന്റെ അവിടെ ഒന്ന് ഗരുഡൻ പൊക്കി കാണിക്കും. എന്നുള്ള വൈരാഗ്യത്തിന്റെ പുറത്താണ് ഞാൻ പേരെഴുതി. അപ്പം ചിലപ്പോൾ 3 സ്കൂൾ ലീഡർ കൂടെ ആകുമ്പോൾ എല്ലാ ക്ലാസ്സും നമ്മൾ നോക്കേണ്ടി വരും. അപ്പം ടീച്ചർ സ്കൂൾ ലീഡർ ആയിരുന്നു, ക്ലാസ് ലീഡറും സ്കൂൾ ലീഡറും ഒക്കെ ആയിരുന്നു. നമുക്ക് സ്കൂളിൽ അങ്ങനെ പഠിക്കുമായിരുന്നു നന്നായിട്ട്. 10ാം ക്ലാസ് വരെ +1 +2 ആയപ്പോൾ ഉഴപ്പി തുടങ്ങിയത്. 10ാം ക്ലാസ് മാർക്ക് ഫസ്റ്റ് ക്ലാസ് ഉണ്ടായിരുന്നു. ഫസ്റ്റ് ക്ലാസ് ആ സമയത്ത് ഇച്ചിരി കുഴപ്പമൊന്നുമില്ല, ഡിസ്ട്രിക്ട് സ്കൂൾ ടോപ്പ് പ്രതീക്ഷ എന്നൊക്കെയാ പറയുന്നത്. എന്തോ എനിക്ക് ആ സമയത്ത് എന്തെങ്കിലും സംഭവിച്ചെന്ന് തോന്നുന്നു. ഏതാ വർഷം നമ്മൾ 10ാം ക്ലാസ് എഴുതിയെടുക്കുന്നത്? 2000. എന്റെ പ്രായം പറഞ്ഞ എനിക്ക് പ്രശ്നമില്ല, 38 വയസ്സായി. അതെ, 38 ഇയേഴ്സ് ഓൾഡ്. എനിക്കിഷ്ടമാണ് എൻ്റെ പ്രായം. എനിക്ക് വളരെ ഈ പ്രായം കൂട്ടി പറയുന്ന അല്ല, മഞ്ജുവാര് ആദ്യം എന്ന് പറയുമ്പോൾ എനിക്ക് അതിന്റെ അർത്ഥം മനസ്സിലായിരുന്നില്ല. ഓരോ പ്രായം കഴിയും തോറും നമ്മൾ യൗവനയുക്തരായി മാറിക്കൊണ്ടിരിക്കുന്നു. ഞാൻ ഇപ്പോഴും 18 വയസ്സുകാരി അല്ലെങ്കിൽ 16 വയസ്സുകാരി എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. എൻ്റെ സ്വപ്നങ്ങളിലെ ശാരീരിക എപ്പോഴും അങ്ങനെ തന്നെ, എപ്പോഴും ചിന്തിക്കുന്നു ആ വേ ഓഫ് പെൻ. അതുകൊണ്ടായിരിക്കാം എനിക്കിങ്ങനെ എല്ലാവരും ചോദിക്കും അയ്യോ അത്രയും വയസ്സുണ്ടോ, എനിക്കൊരു മോളുണ്ട്. 38 വയസ്സൊന്നും പറയല അല്ലേ, ഒരു 28 വയസ്സല്ലേ പറയത്തുള്ളൂ, എന്താ ചെയ്യാം പോട്ടെ. എന്നാലും ഒരു 30 സന്തോഷമായി ഗോപിയേട്ടാ. അപ്പൊ അങ്ങനെ അപ്പൊ പ്രായം പറയുന്നത് എനിക്ക്. പക്ഷെ ചിലവർ കുത്തി ചോദിക്കും എത്ര വയസ്സായി. ഞാൻ പറയും ഇപ്പൊ ഞാൻ ചിലരോട് ചോദിക്കും നിങ്ങളുടെ കണ്ണിൽ എനിക്ക് എത്ര പ്രായമുണ്ടോ അതാണ് എന്റെ പ്രായം. നിങ്ങൾക്ക് അറിയണോ നിർബന്ധമാണെങ്കിൽ ഞാൻ അങ്ങോട്ട് പറയും, അതിലൊന്നും എനിക്ക് യാതൊരു ജാള്യതയില്ല എന്ന് ചിന്തിക്കും. അപ്പൊ അതാണ് എന്റെ പ്രായം എന്ന് പറയുന്നത്. സോ
ചെറുപ്പം തൊട്ടേ ഞാനിങ്ങനെ സ്മാർട്ട് ആൻഡ് എല്ലാവരെയും സ്കൂൾ ലീഡർ ആയിരുന്നു. സ്കൂൾ ലീഡർ ആയിട്ട് ഗരുഡം കാണിച്ചു. അതിന്റെ വില ഉടക്കുണ്ടായത് ഉടക്കുണ്ടായി കഴിഞ്ഞ് പിന്നെ അത് സ്കൂളിൽ പ്രശ്നമായി, വീട്ടിൽ പറഞ്ഞു. അപ്പം ആ ചെറുക്കൻ എന്തോ സംസാരിച്ചു, എന്തോ ആരുടെയും എന്തോ മേടിച്ചു. ചെറുക്കന്റെ പേര് ഓർക്കുന്നുണ്ടോ? ചെറുക്കന്റെ പേര് ഞാൻ ഓർക്കുന്നില്ല. ബിജുകുമാർജി, എന്നെ ഗരുഡൻ എന്ന് വിളിച്ചതിന്റെ പേര് ബിജുകുമാർജി. എന്തെന്നല്ലേ പേര്? ബിജുകുമാർജി. ഇപ്പൊ ഞാൻ അവനെ കാണാറുണ്ട് കേട്ടോ ഇടയ്ക്ക്. ഇപ്പം പണ്ട് ശശി തരൂർ ജി എന്നൊക്കെ പറയുന്ന പോലെയാണ്. ആ ജി ആണോ? പിന്നീട് ഒരിക്കൽ അവനെ ഞാൻ സൈക്കിൾ ഞാനും അവനും കൂടി ഇടിച്ച് ഇട്ടു. സൈക്കിൾ കൂട്ടിയിടിച്ചു. രണ്ടുപേരും പുതിയ സൈക്കിളാ, BSSLR. ഞാൻ പാഞ്ഞു വരുന്നു, ഇവൻ ഇടവഴിന്ന് കയറി വരുന്നു. രണ്ടും കൂടെ ഒറ്റയിടി. ഞാൻ തെറിച്ചു വീണവൻ സ്കൂളിൽ വന്നതും പറഞ്ഞ് കളിയാക്കി തന്നെ. അങ്ങനെ കുറെ സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ രസകരമായിട്ടുള്ള ഒരു ബാല്യമായിരുന്നു. അതിനുശേഷം തണ്ണീർമുക്കം ഞാൻ വെറുപ്പോട് കൂടി പോയെങ്കിലും ആ സ്കൂളിൽ ഞാൻ ഒന്നാമതായിട്ട് തന്നെ സ്കൂൾ ലീഡറും ക്ലാസ് ലീഡറും ഒക്കെ ആയിട്ട് പറയരുത് കേട്ടോ. കാരണം തണ്ണീർമുക്കംകാരും നമ്മുടെ വീഡിയോ കാണും. തണ്ണീർമുക്കം വെറുത്ത സ്ഥലം എന്ന് പറയുന്നത് അല്ല, അത് നാട്ടുകാർക്ക് അറിയാം. ചെന്നപ്പോഴേ ചോദിച്ചവരനോട് ഞങ്ങളുടെ നാട് ഇഷ്ടമല്ലല്ലേ, എന്നിട്ട് ശാരിയോട് ഞാൻ പറഞ്ഞാൽ എന്തി എനിക്ക് ഇഷ്ടമല്ല. അപ്പൊ എന്നോട് ചോദിക്കുകയാണ്, ഞാൻ നിന്നെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ഞാൻ പറയത്തില്ല നിന്നെ എനിക്ക് ഇഷ്ടമാണെന്ന്. ചില സ്വഭാവങ്ങൾ എനിക്ക് നിന്റെ അത്ര പിടിക്കത്തില്ല എന്ന് കുറച്ച് കഴിയുമ്പോൾ ഞാൻ പറയും. അതാണ് എൻ്റെ ഒരു സ്വഭാവം എന്ന് പറഞ്ഞാൽ. അങ്ങനെ പക്ഷെ അവിടെയും ടീച്ചർമാരുടെ പെറ്റും കണ്ടിലൂടെ മാറി. പക്ഷെ പിന്നീട് ഇന്ന് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സ്ഥലം, ലോകത്തിലെ ഏറ്റവും ഇഷ്ടമുള്ള സ്ഥലം ചേർത്തലയും തണ്ണീർമുക്കമാണെന്ന് അതും നാട്ടുകാരോട് ഞാൻ പറയാം. ഇന്ന് ആലപ്പുഴ എനിക്ക് അത്ര ഇഷ്ടമൊന്നുമല്ല. അതിനൊരു കാരണമുണ്ട് കേട്ടോ, ആലപ്പുഴ ഞാൻ വെറുക്കാൻ കാരണം. പക്ഷെ പപ്പ, എന്റെ പപ്പ എന്റെ ഈ വെറുപ്പ് കാണുമ്പോൾ പപ്പ എന്ത് സാധനം മേടിക്കാൻ ഞാൻ ആലപ്പുഴയ്ക്ക് പോകുമായിരുന്നു. ഈ ചെറുപ്പത്തിലും എന്തിനും ഒന്ന് ഒരു ചെരുപ്പ് മേടിക്കാൻ. അപ്പൊ പപ്പയ്ക്ക് ചേർത്തല സാധനങ്ങളൊന്നും കിട്ടത്തില്ല, നീ എന്തിനീ ആലപ്പുഴയ്ക്ക് തിരിച്ചു പോകുന്നു, നീ അവിടെ ഇങ്ങോട്ട് പോകുന്നതല്ലേ, എനിക്ക് ഇഷ്ടമല്ല പപ്പാടെ നാട്. പപ്പ എന്തിനാ പപ്പാടെ നാട്ടിൽ കൊണ്ട് വെച്ചതെന്ന് ചോദിച്ച് ഞാൻ വഴക്കിടുമായിരുന്നു. അന്ന് പപ്പ പറഞ്ഞു, എന്തെങ്കിലും ഒരിക്കൽ ഇതൊക്കെ മാറ്റി പറഞ്ഞിരുന്നു, നീ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു നാടെന്ന് പറയുന്നത് എന്റെ ചേർത്തലയും തണ്ണീർമുക്കമായിരിക്കും. സത്യമായി പപ്പയില്ല. പപ്പ 2015 മരിക്കുകയാണ്. ഹാർട്ട് അറ്റാക്ക് ആയിരുന്നു. അത് പെട്ടെന്ന് മരിക്കുക. അത് വലിയൊരു ഷോക്കായിട്ട് ഒരു 4-5 വർഷത്തോളം നമ്മൾ അതിന്റെ ഒരു ട്രോമയിലായിരുന്നു. കാരണം ഞാൻ പ്രഗ്നന്റ് ആയിരിക്കുന്ന സമയത്താണ് പപ്പ മരിക്കുന്നത്. എന്നോട് സംസാരിച്ച ഒരു ഹിന്ദി പാട്ടൊക്കെ പാടി ഫോൺ വെച്ച് കഴിഞ്ഞിട്ട് ഒരു അരമണിക്കൂർ ഞാൻ കേൾക്കുന്നത് ഇപ്പൊ ഈ ലോകത്തില്ല എന്നുള്ളതാണ്. അതൊരു വല്ലാത്തൊരു ഫീൽ. ഭയങ്കര ട്രോമയായിരുന്നു. കാരണം ഇരുന്നിരിപ്പിൽ മരിക്കാൻ കിടന്ന് അമ്മ പോലും വേറെയൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും അല്ലെ. ഒരു ആശുപത്രിയിൽ കിടന്ന് നമ്മൾ ഇന്ന പോലെ ഒരു അസുഖത്തിലാണ് അപ്പൊ നമ്മൾ മൈൻഡ് സെറ്റ് തയ്യാറാണ്. അതെ, പക്ഷെ ഇത് സീരിയസ്ലി ഭയങ്കരമായിട്ട് ഷോക്ക് ചെയ്തു. എനിക്കൊന്ന് 2015 മരിച്ചിട്ട് 2020 ആയി ഞാനൊന്ന് നോർമലൈസ് ആവാനായിട്ട് പോലും. 2019 ഒന്ന് പതുക്കെ ഞാൻ എന്റെ ലൈഫിലേക്ക് തിരിച്ചു വരുന്നത്. പുറമെ നിൽക്കുന്നവർക്ക് തോന്നില്ല. അല്ല, ഞാൻ ചോദിക്കുന്നത് ട്രോമ ഉണ്ടായെന്ന് പറഞ്ഞാൽ വേറെ എന്തെങ്കിലും, അതായത് പിന്നെ വിവാഹം ഞാൻ സെപ്പറേറ്റഡ് ആണ്. ഡിവോഴ്സ്, ലീഗലി ഡിവോഴ്സ് ആയിട്ടില്ല. അത് നമുക്ക് ഇങ്ങനെ തന്നെ പോവാം. ഇപ്പോ സ്കൂൾ കാലഘട്ടം കഴിഞ്ഞു. സ്കൂൾ കാലഘട്ടം ഇത്രയൊക്കെ ഉള്ളു കഥകൾ. വേറെ എന്തെങ്കിലും കഥകൾ? ഇല്ലില്ല. ഓർമ്മപ്പെടുത്തുന്ന, വേദനിപ്പിക്കുന്ന, സന്തോഷിപ്പിക്കുന്ന +1 +2 കാലഘട്ടത്തിലാണ് ഞാൻ ഫ്രണ്ട്ഷിപ്പിന്റെ ഒരു മാസ്മരിക ലോകത്തേക്ക് വീഴുന്നത്. പഠിപ്പി എന്നുള്ള പേരൊക്കെ മാറ്റി ലോക ഉഴപ്പിയായി മാറി. അലമ്പും കാര്യങ്ങളും എല്ലാമായിട്ട്. ഞങ്ങൾ വിമൻസ് കോളേജ് സ്കൂളിലാണ് പഠിച്ചത്, സെന്റ് ജോസഫിലാണ് പഠിച്ചത്. അങ്ങനെ അവിടെ അടിപൊളിയായിട്ട് ഞങ്ങൾ ഒരു ഗ്യാങ് ഉണ്ടായിരുന്നു, ഡാഫഡിൽസ് എന്ന് പറഞ്ഞ ഗ്യാങ്. ഞങ്ങൾ ഇപ്പോഴും ഉണ്ട് ആ ഗ്യാങ്, ഡാഫഡിൽസ്. അതൊക്കെ അതുപോലെ ഞങ്ങൾ 9 ലേഡി. അതൊന്നും പുറത്ത് പറയത്തില്ല കേട്ടോ, അങ്ങനെ ഞങ്ങളുടെ സ്റ്റോറികളൊന്നും പുറത്ത്. എന്ന് വെച്ചാൽ ഞങ്ങൾ ആരും ഉഴപ്പി അങ്ങനെ വൃത്തിയായിട്ടുള്ളമാരൊന്നും അല്ല. എല്ലാവരും നല്ല ഫാമിലി എന്നുള്ള നല്ല കുട്ടികളൊക്കെ തന്നെ. പക്ഷെ ഞങ്ങളുടേതായിട്ടുള്ള കുറെ കുസൃതികൾ അറിയാലോ. വിമൻസ് കോളേജ്, ഗേൾസ് സ്കൂൾ എന്നൊക്കെ പറയുമ്പോൾ എല്ലാം എക്സ്ട്രീം ആയിരിക്കും. അപ്പൊ അങ്ങനെയുള്ള ഒരു എക്സ്ട്രീമിറ്റി. അങ്ങനെയാണ് ഞാൻ ഇത്രയും വർത്താനം പറയുകയും ഇത്രയും ധൈര്യമൊക്കെ എനിക്ക് ഉണ്ടാവുകയൊക്കെ ചെയ്യുന്ന ഒരു കാര്യം. എല്ലാവരും പറയും പെൺകുട്ടികൾ മിക്സറി പഠിച്ചാലേ ധൈര്യം. എനിക്ക് തോന്നുന്നില്ല. ഞാൻ മിക്സറി 10 വരെ പഠിച്ച ഒരാളാണ്. എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് ധൈര്യം നോർമൽ, ഓക്കെ ഫൈൻ. പക്ഷെ ഒരു ജീവിതത്തിൽ ഒരു പെൺകുട്ടിയും ആൺകുട്ടികൾ മാത്രമുള്ള സ്കൂളുകളിലോ കോളേജുകളിലോ, പെൺകുട്ടികൾ മാത്രമുള്ള സ്കൂളുകളിലോ കോളേജിലോ ഒരു വട്ടമെങ്കിലും 2 വർഷമെങ്കിലും പഠിച്ചിരിക്കണം. നമ്മുടെ സ്വഭാവത്തിന്റെ എക്സ്ട്രീം നമ്മളവിടെ കാണിക്കും. വേറെ ആരും നോക്കാനില്ല, വേറെ ആരും കേറാനില്ല. ആ ഒരു നമ്മളൊരു മനുഷ്യൻ എന്താണ് ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് എക്സ്ട്രീം എന്താ കാണിച്ചതെന്ന് അറിയണം എന്ന് പ്രേക്ഷകർക്ക് എന്തായാലും ആഗ്രഹം ഉണ്ടായിരുന്നു. ഇല്ല. അയ്യോ, ഞാൻ എന്റെ ചിരിക്കുന്ന നോക്കെ പ്രേക്ഷകർ ഇപ്പൊ ആദ്യമായിട്ടായിരിക്കും കാണാം. ഞാൻ എപ്പോഴും കലിപ്പിയാണല്ലോ. അത് പറ. അതായത് +2 സ്വാഭാവികമായിട്ടും ഒരു വ്യക്തി, നിങ്ങൾ 100% നിങ്ങൾ ബോയ്സോ അല്ലെങ്കിൽ ഗേൾസോ മാത്രമായിട്ട് പഠിക്കുന്ന സ്കൂളിൽ പഠിക്കണം എന്ന് പറയണമെങ്കിൽ, അടിവരയിട്ട് പറയണമെങ്കിൽ അതുപോലെ എന്തോ എല്ലാം വേല ഒപ്പിച്ചിട്ടുണ്ട്. അതെന്താണ്? ഒരെണ്ണമെങ്കിലും പറയണം. ഇല്ലില്ല, അങ്ങനല്ല. അങ്ങനെ കുസൃതികളൊന്നുമല്ല. പക്ഷെ പ്രത്യേക ഒരു ഫ്രീഡം. നമ്മൾ ആൾക്കാരെ കളിയാക്കുന്നത്, ഒരുമിച്ച് കൂട്ടുന്നത്, ആമ്പിള്ളേരെ കളിയാക്കുന്നത്, എന്ത് ചിന്തിക്കുന്നു പറയാത്തേ. അതുകൊണ്ട് എനിക്ക് മനസ്സിലായി അതൊക്കെ നമുക്ക് മധുരമുള്ള ഓർമ്മകളാണല്ലോ. അപ്പൊ അതൊക്കെ എല്ലാവരും ജയിച്ചോ? +2 ഒക്കെ ജയിച്ചു. അത്യാവശ്യം മാർക്കോടെ +2 ഒക്കെ ജയിച്ചു. 2nd ക്ലാസ് ആണെന്ന് എന്റെ ഓർമ്മ. പിന്നെ അതിനുശേഷം ലോയ്ക്ക് പോകണമെന്ന് എന്റെ ആഗ്രഹം. എന്റെ ഭയങ്കര സ്വപ്നമായിരുന്നു ലോയ്ക്ക് പോകണമെന്നുള്ളത്. ഞാൻ കോച്ചിങ് ഒന്നും ഇല്ലാതെ തന്നെ വീട്ടിലിരുന്ന് പഠിച്ച് ഒരു ബുക്ക് മാത്രം പഠിച്ചിട്ട് ഞാൻ 530ാമത്തെ റാങ്ക് ഓൾ കേരള എൻട്രൻസ് എഴുതി ലോയിൽ കിട്ടിയ ആളാണ്. പക്ഷെ എന്റെ വീട്ടിലെ സംബന്ധിച്ചിടത്തോളം പപ്പ അന്ന് ഗൾഫിലായിരുന്നു. ഗൾഫിൽ എന്തോ ബിസിനസ് ലോസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് സാമ്പത്തികമായിട്ട് കുറച്ച് ഞെരുക്കം ഉണ്ടായിരുന്നു എന്നല്ല, വേറെ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷേ അപ്പോൾ സ്വാഭാവികമായിട്ടും അച്ഛൻ്റെ അനിയൻ, ഞങ്ങൾ പപ്പാടെ നാട്ടിലേക്ക് വന്നല്ലോ, തണ്ണീർമുക്കത്തേക്ക് വന്ന സമയമാണ്.
അപ്പൊ അമ്മയ്ക്ക് സ്വന്തമായിട്ട് തീരുമാനം എടുക്കാൻ പറ്റാൻ അമ്മ ലോ എഴുതി ലോയില് റാങ്കും കിട്ടി. റാങ്ക് കിട്ടി. അപ്പൊ അലോട്ട്മെന്റിന് പോകണം, അലോട്ട്മെന്റ് പോയി അഡ്മിഷൻ എടുക്കണമല്ലോ. അപ്പം വീട്ടിലേക്ക് കോൾ ഗവൺമെന്റ് കോളേജിലേക്ക് കിട്ടുന്ന ഒരു സമയമാണ്, സിറ്റുവേഷൻ ആയിരുന്നു. 5 കോളേജിൽ എന്തെങ്കിലും കിട്ടുമായിരുന്നു. 5 year LLB ആണ്, അതല്ലേ നമ്മൾ പ്ലസ് ടു കഴിയുമ്പോൾ അതിനല്ലേ പോകുന്നത്. അപ്പോൾ എൻ്റെ വീട്ടിൽ എൻ്റെ ചിറ്റപ്പൻ വിളിച്ചിട്ട് എന്നോട് പപ്പയുടെ ഏറ്റവും ഇളയ അനിയനെ വിളിച്ചിട്ട് പറയുന്നത്, ഞാൻ 2ാം ക്ലാസ് തൊട്ട് പ്രസംഗിക്കും, പ്രസംഗത്തിനെല്ലാം എന്നെ തോപ്പിക്കാൻ ആരുമില്ല. ഞാൻ 10ാം ക്ലാസ് വരെയും എനിക്ക് എതിരാളികളില്ലായിരുന്നു. അപ്പൊ അങ്ങനെ ഇപ്പോൾ പുള്ളി ആദ്യം ചോദിച്ചൊരു സ്റ്റേറ്റ്മെന്റ് ആണ്, നമ്മളെ അങ്ങ് ഡൗൺ ആക്കി കളയുന്നത്. പ്രസംഗിച്ച് നടന്നെന്ന് കരുതി ഒരിക്കലും LLB കാര്യമാണോന്നില്ല, ലോയ്ക്ക് വേണ്ടത് പ്രസംഗമല്ല എന്നൊരു ഡയലോഗിലൂടെയാണ് പുള്ളിയുടെ ഒരു കോളിന് തുടങ്ങി. ഇന്നും ആ കോള് മറക്കത്തില്ല ഒരിക്കലും. നമ്മുടെ പഴയ BSNL ലാൻഡ് ഫോൺ അത്രയും ഞാൻ ഓർത്തിരിക്കുന്നു. അതെ അതെ, എനിക്കൊരിക്കലും മറക്കാൻ പറ്റത്തില്ല. ബിക്കോസ് അത് ആ കരിയർ തന്നെ എന്നെ മാറ്റിമറിച്ച് കളഞ്ഞു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ പപ്പ എതിർത്തു. പപ്പയ്ക്ക് വലിയ താല്പര്യമില്ല, പൈസ മുടക്കാനോ രീതിയിൽ പപ്പയ്ക്ക് താല്പര്യമില്ല. അമ്മ പറഞ്ഞു നിന്റെ പപ്പ, അമ്മ അങ്ങനെയുള്ള അമ്മയ്ക്ക് വരുമാനമില്ല, അപ്പം പപ്പ തീരുമാനിക്കട്ടെ എന്ന രീതിയിലായി. അപ്പൊ പിന്നെ പറയുന്നത് വലിയ TTCക്ക് പോയി. എനിക്ക് ജീവിതത്തിൽ ചിന്തിക്കാൻ പറ്റാത്തൊരു കാര്യം ടീച്ചറാവുന്നത്, TTC. പക്ഷെ അമ്മയ്ക്ക് ഇഷ്ടമായിരുന്നു ഞാൻ ടീച്ചറാണ്. അതുകൊണ്ട് എനിക്ക് വാശിയാണ്, ഞാൻ ഈ ജന്മത്തിൽ ഒരിക്കലും ടീച്ചർ ആവത്തില്ല. കാരണം എന്റെ LLB സ്വപ്നങ്ങൾ തല്ലി തകർത്തവരാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്കതിൽ താല്പര്യമില്ല. മെയിനായിട്ട് പുള്ളിയുടെ ഒരു തീരുമാനമായിരുന്നു വെച്ചാൽ, പുള്ളി അന്ന് എങ്കിലും അന്നത്തെ ആ വീട്ടിൽ ഏറ്റവും കൂടുതൽ വിദ്യാഭ്യാസം ഉണ്ട്, ചെറുപ്പത്തിൽ തന്നെ പോലീസുകാരനായ ഒരു വ്യക്തിയാണ്, പുള്ളിക്ക് ജോലിയുണ്ട്, പുള്ളി ഇന്നും ജോലിയിലാണ്. ആ വ്യക്തിയാണ് വിളിച്ചിട്ട് എന്നോട് പറയുന്നത്, പപ്പാടെ അനിയൻ എന്നോട് വിളിച്ചിട്ട് പറയുന്നു, നീ ഇങ്ങനെ പ്രസംഗിച്ചാണെന്നുകൊണ്ട് ലോയർ ആകത്തില്ല എന്ന് പറയുന്നു. ഞാനൊന്നും മിണ്ടിയില്ല. എനിക്ക് അങ്ങനെ എതിർക്കാനുള്ള ത്രാണിയൊന്നുമില്ല, ഇങ്ങനത്തെ ഒരു ശരീരം ആയിരുന്നില്ല. ചെറിയ പ്രായമാണ്, 17 വയസ്സല്ലേ ഉള്ളൂ. അങ്ങനെ നമ്മൾ നിശബ്ദം അത് സഹിക്കുന്നു. പിന്നെ അതിനുശേഷം എങ്കിൽ വേറെ ഏതെങ്കിലും കോഴ്സ് എടുക്കാം എന്ന രീതിയിലാകുന്നു. പിന്നെ അങ്ങനെ പറഞ്ഞത് ഒരു സ്ത്രീ ആയതുകൊണ്ടാണെന്ന് തോന്നുന്നുണ്ടോ? തീർച്ചയായിട്ടും അന്നൊരു പെൺകുട്ടി ആയതുകൊണ്ടായിരിക്കാം അതെന്ന് പറഞ്ഞത്. ഇന്ന് ഞാൻ പറയും, കാരണം അന്നൊരു ആൺകുട്ടിയായിരുന്നെങ്കിൽ പുള്ളി അത് പറയുമായിരുന്നു. എനിക്ക് 100% പറയത്തില്ല. അഡ്വക്കേറ്റ് ആകാന്ന് പറയുന്ന വലിയൊരു പ്രൗഡി ആയിട്ടുള്ള കാര്യമായിട്ട് ചിന്തിക്കും. പ്രത്യേകിച്ച് അന്ന് കാലത്തിൽ ലോയർ എന്ന് പറയുന്ന വലിയൊരു കാലമാണ്. പുള്ളി ഒരു സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞു, നിന്നെ കെട്ടിച്ചുവിടാനുള്ളതാണ്, കണ്ട പ്രായമുള്ള അഡ്വക്കേറ്റ്മാരുടെ അടിയിൽ പോയി കിടന്നുകൊണ്ട് അല്ലെങ്കിൽ അങ്ങനെ അവരുടെ പുറകെ കിടന്ന് ജൂനിയർ ആയിട്ട് അങ്ങനെ ഇതാവേണ്ട ആവശ്യമില്ല, കാലം കുറെ എടുക്കും എന്തെങ്കിലുമൊക്കെ ആകാൻ. പുള്ളിക്ക് എങ്ങനെ അളക്കാൻ സാധിക്കും നമ്മുടെ കഴിവിന്റെ അളവ്? അന്ന് ചിന്തിച്ചു. അതോടെ മനസ്സങ്ങ് മടുത്തുപോയി. പിന്നെ ഞാൻ പറയുന്ന, ഒരിക്കലും നമ്മളെ കുഞ്ഞുങ്ങളെ ഡിസപ്പോയിന്റ് ചെയ്യേണ്ട ഒരു പ്രായമല്ല, പ്രത്യേകിച്ചും ടീൻ എന്ന് പറയുന്നത്. ആ പ്രായത്തിൽ എന്ത് തൊട്ടാലും പറഞ്ഞാൽ ഇന്നിപ്പോ എന്ത് ചെയ്യുന്നു പുള്ളി ഇതും സർവീസിലുണ്ട്. പക്ഷെ പുള്ളിക്ക് വലിയൊരു ആക്സിഡന്റ് ഒക്കെ ഉണ്ടായി. പുള്ളിക്ക് ഭയങ്കര ധൈര്യശാലിയായിരുന്നു, കോളേജ് ചെയർമാൻ ഒക്കെ ആയിരുന്നു. പക്ഷെ ഇന്ന് പുള്ളി തലയിൽ ഭയങ്കര ഒരു ആക്സിഡന്റ് ഒക്കെ പുള്ളി വീട്ടിൽ ഇരിപ്പായി. ഇരിപ്പെന്ന് പറഞ്ഞാൽ ഇന്ന് അതുവരെ പുള്ളിക്ക് ആക്സിഡന്റ് ശേഷമാണ് എനിക്ക് ആ പുള്ളിയോടുള്ള വൈരാഗ്യം തീർന്നു പോയത്. അതുവരെ വേണ്ടിയിട്ട് ഞാൻ സംസാരിക്കാറില്ല. അങ്ങനെ കാണുമ്പോൾ ചിരിക്കുമെന്നല്ലാതെ എന്തെങ്കിലും ചോദിക്കുമ്പോൾ മിണ്ടുമെന്നല്ലാതെ എനിക്ക് ഒരു റേജ് ആയിരുന്നു പുള്ളിയോട്. പക്ഷെ പുള്ളിക്ക് എന്തെങ്കിലും പറ്റണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചിട്ടില്ല. പക്ഷെ ഒരിക്കലും ഇത് കിട്ടിക്കഴിഞ്ഞപ്പോൾ തൊട്ട് എനിക്ക് ഭയങ്കര വിഷമമായി പോയി, മാനസികമായിട്ട് ഒരുപാട് വിഷമിപ്പിച്ചു. അപ്പൊ ഈ പുള്ളിക്ക് ഈ ആക്സിഡന്റോടുകൂടി പുള്ളി അങ്ങ് പേടിയായി. പുള്ളി കാറിലൊന്നും ട്രാവൽ ചെയ്യത്തില്ല, പുള്ളി വീട്ടിൽ നിന്ന് തന്നെ ജോലി ചെയ്യുന്നത്. പുള്ളിക്ക് 2 ആൺമക്കളാണ്. അപ്പൊ പക്ഷെ പുള്ളിയെ ഞാൻ അവരൊക്കെ ആയിട്ട് അടുത്ത് കസിൻസ് ആണ്. പിന്നെ എന്റെ അനിയന്മാരാണ്, അവരും വൈഫൊക്കെ ആയിട്ട് നല്ല കമ്പനി. പുള്ളിക്കാരത്തെ ടീച്ചറാണ്. പക്ഷെ അങ്ങനെ വൈരാഗ്യമൊന്നുമില്ല നമുക്ക്. പക്ഷെ ഞാനിത് ആരോടും പറഞ്ഞിട്ടില്ല. പക്ഷെ ആദ്യമായിട്ടാണ് ഞാൻ സമൂഹത്തിന് മുമ്പിൽ എനിക്ക് പറയാനായിട്ട്, അങ്ങനെ ഒരാളത് ചെയ്തത് കൊണ്ടാണെന്ന് പുള്ളിക്ക് പോലും ചിലപ്പോൾ അറിയത്തില്ലായിരിക്കും. പുള്ളിയുടെ ആ ഒരു വാക്കുകൾ എന്നെ എത്രമാത്രം തകർത്തിരുന്നു എന്ന്. പിന്നീട് ഒരിക്കൽ ഞാൻ യൂട്യൂബ് തുടങ്ങി കഴിഞ്ഞു, ചാനൽ കയറുന്ന പുള്ളി അന്നും ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു. അന്ന് പുള്ളി തകർന്ന് കിടക്കുന്ന സാഹചര്യം പറഞ്ഞു, ഇപ്പൊ ഇതിൽ നീ രക്ഷപ്പെടുവായിരിക്കും എന്ന് ഒറ്റ പറച്ചിലായിരുന്നു. പുള്ളിക്ക് ചിലപ്പോൾ ഒന്ന് പുള്ളി ചിലപ്പോൾ അത് ഓർക്കുന്നുണ്ടാവും, അന്ന് LLBക്ക് എന്നെ വിടാഞ്ഞതിന്റെ കാരണം ഞാനല്ലേ എന്ന് പുള്ളി ചിന്തിക്കുന്നുണ്ടാവും. പക്ഷെ പുള്ളി അന്ന് ഞാൻ പുള്ളിയിലേക്ക് പ്രതീക്ഷിച്ചിരുന്നു. പുള്ളിക്ക് എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള മനുഷ്യനാണ്. അപ്പൊ ഉറപ്പായിട്ടും എന്റെ പപ്പയെ വിളിച്ചിട്ട് അണ്ണാന്ന് വിളി, അണ്ണ അവളെ വിട്, നമുക്ക് നോക്കാമല്ലോ. കാരണം പുള്ളിക്കാരനാണ് എന്നെ എൻട്രൻസിന് കൊണ്ട് എഴുതിച്ചത്. പുള്ളിക്കാരൻ എന്നെ എൻട്രൻസിന് കൂട്ടു വന്നിരുന്നതാണ് അന്ന്. പക്ഷെ താല്പര്യമില്ലാതെയാണ് വന്നതെന്ന് പിന്നീട് ഞാൻ അറിയുന്നത്, ഞാൻ മനസ്സിലാക്കിയത്. ആരും പറഞ്ഞതല്ല, ഇരുന്ന ആള് തന്നെയാണ് നിങ്ങളുടെ ഇതായി മാറി പ്രധാനപ്പെട്ട ഒരു പ്രശ്നക്കാരായി മാറിയത്. പുള്ളിക്ക് ഇങ്ങനെ വലിയ ആക്സിഡന്റോട് കൂടി എനിക്ക് പുള്ളിയോടുള്ള ദേഷ്യം എങ്ങോ പോയി. പിന്നീട് എപ്പോഴും ഞാൻ അവിടെ ഞങ്ങളുടെ അടുത്ത് തറവാടിനടുത്ത് കുടുംബക്ഷേത്രമുണ്ട്, ഗന്ധർവ ക്ഷേത്രം. അവിടെ ഞാൻ വിളക്കിടാൻ പോകുമ്പോഴൊക്കെ പുള്ളിയെ കയറി കാണും. എന്തോ എനിക്കറിയില്ല, കാണാൻ അമ്മ പറയാറില്ല, പക്ഷെ ഞാൻ കയറി കാണും. ഇവിടെ കൂടെ പോകുമ്പോൾ എനിക്കൊരു വേദനയാണ് പുള്ളി ഓർക്കുമ്പോൾ. ഇങ്ങനെ വരണ്ടായിരുന്നു എന്ന് ചിലപ്പോൾ ചിന്തിക്കാറുണ്ട്. പഴയ ആള് തന്നെ മതിയായിരുന്നു എന്തോ ഇവിടെ ഒരു ഇച്ചിങ്. ഒരു പക്ഷേ എന്നിലുള്ള നന്മമരം കൊണ്ടായിരിക്കാം, മേ ബി, ഒരു പക്ഷേ, ഐ ഡോണ്ട് നോ. എനിവേ അതൊരു വിഷമമാണ്. പിന്നെ അതിനുശേഷം ഞാൻ ഡിഗ്രി, അപ്പോൾ പിന്നെ അമ്മയ്ക്ക് എന്നെ PGക്ക് പിന്നെ ഡിഗ്രി സെന്റ് ജോസഫ് കോളേജിൽ തന്നെ ഡിഗ്രിക്ക് അഡ്മിഷൻ കിട്ടി. ഡിഗ്രിക്ക് കിട്ടിയതിന് ഇംഗ്ലീഷാണ് എടുത്തത്. എനിക്ക് വായന ഇഷ്ടമായതുകൊണ്ട് ഇംഗ്ലീഷ് എടുത്തു. വെറുതെ എന്തിനോ വേണ്ടി എടുത്ത ബിരുദവും എന്തിനോ വേണ്ടി എടുത്ത PG, ഒരു ബന്ധമില്ല. പക്ഷെ അമ്മയ്ക്കൊരു ഹിഡൻ പ്ലാൻ ഉണ്ടായിരുന്നിരിക്കാം, മേ ബി എന്നെ TTCക്കോ അല്ലെങ്കിൽ ഒരു ബി എഡ് ചേർക്കാൻ കുറെ നിർബന്ധിച്ചു. സ്കൂളിൽ ജോലി മേടിച്ചാലെന്നൊക്കെ പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ല, ചത്താലും ഞാൻ ടീച്ചർ ആകത്തില്ല, ശാരീരിക ടീച്ചർ എന്ന് കേൾക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷെ ടീച്ചർമാരെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എന്റെ മിക്ക കൂട്ടുകാരും ടീച്ചർമാരാണ്. ടീച്ചർമാരോട് അദമ്യമായ ആരാധനയും അദമ്യമായ ബഹുമാനമുള്ള ഒരു വ്യക്തിയാണ്. പക്ഷെ ഞാൻ ടീച്ചറാവാൻ എനിക്ക് താല്പര്യമില്ല.
പിന്നെ എന്റെ വൈരാഗ്യം ഉണ്ടല്ലോ, ഈ എന്നെ ലോയർ ആക്കിയില്ല, അതിന് ഒരിക്കലും ഞാൻ അങ്ങനെ ആകത്തില്ലെന്നൊരു തീരുമാനം എടുത്തു. അങ്ങനെ ഞാൻ എങ്ങനെയോ PG പഠിച്ചു. പിന്നെ അതിന്റെ കൂട്ടത്തിൽ തന്നെ പാർട്ട് ടൈം ആയിട്ട് PGDCA ചെയ്തു. PG ഞാൻ ചെയ്തത് പാർട്ട് ടൈം ആയിട്ട് തന്നെയാണ്, ഇംഗ്ലീഷിൽ തന്നെ എടുത്തത്. NS സിന്ധു കോളേജിലായിരുന്നു കോൺടാക്ട് ക്ലാസ്സുകളെല്ലാം, അതും കഴിഞ്ഞു. അതിനുശേഷം പിറ്റേ വർഷം തന്നെ ജോലിക്ക് കയറി, ഒരു IT ഫേമിൽ ജോലിക്ക് കയറുന്നു. അവിടെ വളരെ തുച്ഛമായ ശമ്പളത്തിലാണ് ജോലിക്ക് കയറുന്നത്. പക്ഷേ വീട്ടുകാരെ എതിർത്തു, കാരണം അവർക്ക് ശമ്പളത്തിന്റെ ആവശ്യമില്ല. എൻ്റെ അപ്പോഴും പറയുന്നത്, അപ്പോഴും സ്ഥിരമായ ഒരു പല്ലവി ഞാൻ കേട്ടുകൊണ്ടിരിക്കുന്നത്, ആങ്ങളെ നല്ല രീതിക്ക് അവൻ പഠിക്കുന്ന UIT പോലുള്ള കോളേജിൽ MBA SCMS-ലാണ് അവൻ MBA ചെയ്തത്. ഹൈഫൈ ആയിട്ടാണ് അവൻ മാതാ സ്കൂളിൽ. ഞാൻ ഗവൺമെന്റ് പ്രൊഡക്റ്റ് ആണ്, മലയാളം മീഡിയത്തിലാണ് ഞാൻ പഠിച്ചത്. പക്ഷെ എനിക്ക് നന്നായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയാം. ഞാൻ ഇംഗ്ലീഷ് ഭയങ്കര അധിനിവേശമാണ്. ഐ ഫെൽ ഇൻ ലവ് വിത്ത് ഓൾ ദ ടൈം ഇൻ ഇംഗ്ലീഷ് ലാംഗ്വേജിനോട് എനിക്ക് ഭയങ്കര പ്രണയമുള്ള ആളാണ്. ഞാൻ സ്വന്തമായിട്ട് പഠിച്ചെടുത്തതാണത്. ഞാനിപ്പോൾ ഇംഗ്ലീഷ് സംസാരിക്കുന്നതും വൊക്കാബുലറി പഠിച്ചതും ഇംഗ്ലീഷ് സിനിമകൾ കണ്ടിന്യൂസ് ആയിട്ട് ജോലി കിട്ടി കഴിയുമ്പോൾ ഞാൻ ആദ്യം കണ്ടത് എൻ്റെ കമ്പ്യൂട്ടറിൽ ഇരുന്ന് CD പാലസിൽ പോയി 3-4 ഇംഗ്ലീഷ് CDകൾ ഇരുന്ന് കാണുക എന്ന്. രാത്രികളോളം ഇരുന്ന്, നേരം വെളുക്കോളം ഇരുന്ന് ഇഷ്ടംപോലെ ഇംഗ്ലീഷ് സിനിമകൾ ഞാൻ കാണുമായിരുന്നു. സോ അതുകൊണ്ട് തന്നെ ഇംഗ്ലീഷ് ഭാഷയോടും അവരുടെ സംസ്കാരത്തോടും അതുകൊണ്ടാണ് ഇപ്പോൾ എൻ്റെ ഡ്രസ്സിലൊക്കെ അത് പ്രതിഫലിക്കുന്നത്. വെസ്റ്റേൺ കൾച്ചറിനോട് ഒരു അഭിനിവേശം എനിക്കുണ്ടായിരുന്നു. സോ ആഫ്റ്റർ ദാറ്റ് അതിനുശേഷം ഞാൻ ഈ പറയപ്പെടുന്ന പോലെ ജോലിക്ക് ജോയിൻ ചെയ്യുന്നു. ആ ജോലി കുഴപ്പമില്ല. അപ്പൊ അന്ന് വീട്ടിൽ നിർപ്പാ, ജോലിക്ക് പോകുന്ന എതിർപ്പാ. കാരണം അന്ന് ഞാനും അമ്മയും വീട്ടിലുള്ളൂ. ആങ്ങളെ പഠിക്കാൻ പക്ക ഒരു എന്താ പറയാ മെയിൽ ഷോവനിസ്റ്റ് ഫാമിലി ആയിരുന്നു. മെയിൽ ഷോവനിസ്റ്റ് ആണോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. അവർ ചിന്തിക്കുന്നത് കുലീനയായ യുവതികൾ ജോലിക്ക് പോകേണ്ട ആവശ്യമില്ലെന്ന്. അത് നിന്റെ ശമ്പളം കിട്ടിയിട്ട് കുലസ്ത്രീ ആയിരിക്കണം. ആങ്ങള പൊയ്ക്കോട്ടെ, അവൻ എത്ര ദൂരം വിടുന്നില്ല. അന്നും എത്ര ദൂരം. നിങ്ങൾ എത്ര പേരായിരുന്നു? 2 പേര്. എനിക്കൊരു അനിയനുള്ളത്. അപ്പൊ അവന് ജോലിക്ക് പോകുന്നതിന് പ്രശ്നമില്ല. പക്ഷെ ഞാൻ അങ്ങനെ പോകണ്ട. ദൂരസ്ഥലങ്ങളിലൊക്കെ ഒരുപാട് ഓപ്പർച്യൂണിറ്റി എനിക്ക് എന്നെ വീട്ടിൽ നിന്ന്. അപ്പൊ അതൊക്കെ എന്നെ മനസ്സിലൊക്കെ കാണുന്ന നമ്മുടെ എന്താ ബേസിൽ ജോസഫും ഒരു പടം ഉണ്ടല്ലോ, ജയ കണ്ടോ? അതിന്റെ അതിന്റെ വേറൊരു വേർഷൻ എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ എന്നാലും നമുക്ക് എല്ലാ സൗകര്യങ്ങളും ഉണ്ട് വീട്ടിലെ. ഞാൻ ജോലി അങ്ങനെ കാര്യങ്ങളൊന്നുമില്ല, എല്ലാം അമ്മയാണ് ചെയ്യുന്നത്. അമ്മ അതിനൊന്നും സംഭവിക്കത്തില്ല. നമ്മൾ പുന്നാര തന്നെയാണ് വീട്ടിലെ. പക്ഷെ ഈ ഒരു കാര്യം വരുമ്പോൾ ദൂരേക്ക് ജോലിക്ക് വിടത്തില്ല, ചെന്നൈ വിടത്തില്ല, ബാംഗ്ലൂർ വിടത്തില്ല, ദൂരേക്ക് ഒറ്റയ്ക്ക് വിടത്തില്ല. അങ്ങനെ ഒരു അരക്ഷിതാവസ്ഥ. അപ്പൊ നമ്മൾ എന്നെ സംബന്ധിച്ചിടത്തോളം പറക്കുക എന്നുള്ളതാണ് എന്റെ മൈൻഡ് സെറ്റ്. അങ്ങനെ മുടിയൊക്കെ ബോയ് കെട്ട് ചെയ്ത് എനിക്ക് ആണാവണം. അന്നൊക്കെ മുടി ബോയ്ക്കട്ട് തന്നെയായിരുന്നു അതോ? അല്ല, ഞാൻ മറ്റേ എന്താ പനങ്കൊല പോലെ മുടിയുള്ള ആ നാട്ടിൽ എന്നെ അന്വേഷിച്ചു കഴിഞ്ഞാൽ ശിവന് ഫോട്ടോ ഉണ്ടോ? ഏതെങ്കിലും ഇപ്പം കാണിക്കാൻ പറ്റുന്ന ഫോട്ടോ ഇല്ല. പണ്ടത്തെ ഫോട്ടോ ഇല്ല, ഇപ്പൊ ഒന്നുമില്ല. പക്ഷെ മുടിയുള്ള ഞാൻ നോക്കാം. എന്തായാലും ഈ മുടിയുള്ള പനങ്കൊല പോലെ മുടിയുള്ള, ഇന്നും നമ്മുടെ നാട്ടിൽ ആദ്യമൊക്കെ അന്വേഷിക്കുമ്പോൾ അറിയുന്നത് ആ മുടിയുള്ള കുട്ടിയല്ലേ, മറ്റേ ചേട്ടന്റെ മോളല്ലേ എന്ന് പറയാം. അത്ര മുടിയുള്ള കുട്ടി എന്ന കുറെ കുട്ടികളെ നമ്മളൊക്കെ നാണമൊക്കെ ഉള്ള. പിന്നെ ഷാൾ ഇടാതെ, ചുരിദാർ മാത്രമേ എന്റെ വാർഡ്രോബിൽ ഉണ്ടായിരുന്നുള്ളൂ. ഷാൾ ഇടാതെ, ഇവൻ വീട്ടിൽ നമ്മൾ സ്കേർട്ടും ടോപ്പും ആണെങ്കിൽ പോലും ഒരു പുറത്തുനിന്ന് ഒരാൾ വന്നു കഴിഞ്ഞാൽ ഉടനെ ഷാൾ എടുത്തിട്ട് പുറത്തേക്ക് ഇറങ്ങുന്ന ഒരു വ്യക്തിയായിരുന്നു ഞാൻ. അങ്ങനത്തെ സിറ്റ് ഔട്ടിലേക്ക് ഇറങ്ങുന്നത്. എങ്ങനെ സംഭവിച്ചു പിന്നീട് ഈ ഒരു മാറ്റം? അതായത് ഇപ്പൊ ഇത്ര പവർഫുൾ ആയ, അതായത് ആരോടും എന്തും സംസാരിക്കുന്ന, യാതൊരു ഭയവും ഇല്ലാത്ത, എന്തും തുറന്നടിക്കാൻ കെൽപ്പുള്ള ഒരു സ്ത്രീയായി എങ്ങനെ മാറി? അത് നമ്മുടെ ജീവിതമാണ് നമ്മളെ അങ്ങനെ പഠിപ്പിച്ചത്. ജീവിതം ഇൻ ദ സെൻസ്, എന്റെ കല്യാണം 28ാമത്തെ വയസ്സിലാണ് കല്യാണം എന്ന് പറയുന്നത്. പ്രേമമൊന്നും ഇല്ലാഞ്ഞുകൊണ്ട് തന്നെ വിവാഹം അറേഞ്ച്ഡ് മാരേജ് ആണ്. എനിക്ക് മാരേജിനോട് അത്ര വലിയ. പുള്ളി ആലപ്പുഴക്കാരനാണ്. പുള്ളി ഇങ്ങനെ ഒരു ഗവൺമെന്റിലെ കോൺട്രാക്ട് ബേസിൽ വർക്ക് ചെയ്തിരുന്ന വ്യക്തിയാണ്. അവിടെ അതായിരുന്നു പുള്ളി MBA ക്വാളിഫിക്കേഷൻ. അവരുടെ ഫാമിലിയൊക്കെ വെൽ എഡ്യൂക്കേറ്റഡ് ആണ്. അമ്മയ്ക്ക് മാത്രമേ ഇച്ചിരി വിദ്യാഭ്യാസ കുറവ്. അതിന്റെ എല്ലാ ഇടലത്തര അവരുടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പോ അമ്മായിമ്മപ്പോരൊക്കെ അത്യാവശ്യം, അതായത് സൈലന്റ് കില്ലർ എന്നൊക്കെ പറയത്തില്ല, നമ്മളിങ്ങനെ പോയിസൺ തന്ന് ആ ഒരു ടൈപ്പ്. അതായത് മിണ്ടാതിരുന്ന് നമ്മളെ ഉപദ്രവിക്കുക. ഇപ്പൊ ഷിബിൻ എന്നോട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഷിബിൻ മോഹൻ ഇറങ്ങി പോടി എന്റെ വീട്ടിൽ നിന്ന്, ഇത് മിണ്ടത്തില്ല. നമുക്കറിയാം നമ്മളോട് കാണിക്കുന്ന നെഗ്ലിജൻസ് ആണ്. നമുക്ക് ഭക്ഷണത്തിന്റെ കാര്യത്തിലായാലും അല്ലെങ്കിൽ നമ്മളോട് കാണിക്കുന്ന വേർതിരിവായാലും, ഒരു ഫാമിലിയുടെ ഡിസിഷൻ എടുക്കുന്ന കാര്യത്തിലും നമ്മളോട് വേർതിരിവാണ് കാണിക്കുന്നതെന്ന് അറിയാം. നമ്മൾ അവിടുത്തെ ഒരു റൂമിൽ ഇങ്ങനെ അടച്ചിട്ടിരിക്കുക. വെള്ളം കുടിക്കാനോ അല്ലെങ്കിൽ നമ്മുടെ വസ്ത്രം അലക്കാനോ അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കാനോ വേണ്ടി മാത്രമാണ് നമ്മൾ ആ റൂമിൽ നിന്ന് പുറത്തിറങ്ങുന്നത്. അങ്ങനെ 10 വർഷം ഞാൻ ആ വീട്ടിൽ കഴിഞ്ഞു. 10 വർഷം ഞാൻ ആ വീട്ടിൽ സഫർ ചെയ്തു എന്നുള്ളതാണ്. 2 വർഷം എന്തെങ്കിലും മറക്കാൻ കഴിയാത്ത എന്തെങ്കിലും അനുഭവങ്ങൾ ഉണ്ടാവുമല്ലോ. മറക്കാൻ കഴിയാത്ത ഒരുപാട് അനുഭവങ്ങളുണ്ട്. മറക്കാൻ കഴിയാത്ത അനുഭവം എന്ന് പറഞ്ഞാൽ ഇവര് ബേസ് ഭർത്താവിനേക്കാൾ കൂടുതൽ ഭർത്താവിന്റെ അമ്മയുടെ ഭാഗത്തുനിന്നല്ല. അല്ലല്ല, ഭർത്താവാണ് മെയിൻ വില്ലൻ. അമ്മ പറഞ്ഞു കൊടുത്തിട്ടായിരിക്കുമല്ലോ മകൻ ഇതൊക്കെ കാണിക്കുന്നത്. അപ്പോ എന്തോ എനിക്കറിയില്ല, അവരൊരു പ്രണയവിവാഹമായിരുന്നു. അതാണ് ഏറ്റവും വലിയ വിരോധാഭാസം. ഈ അമ്മായച്ചന്റെ അമ്മായിയമ്മയുടെയും എന്റെ എക്സ് അമ്മായച്ചന്റെ അമ്മായിയമ്മയുടെയും, അവരേത് അമ്മായച്ചന്റെ അമ്മായിയമ്മ പോലും ആ അമ്മ ചേർത്ത് വിളിക്കാൻ പോലും എനിക്ക് താല്പര്യമില്ല എന്നുള്ളതാണ്. അതായത് ഒരു പിഞ്ചു കുഞ്ഞ്, എനിക്ക് മോളുണ്ട്, അവള് 4ാം ക്ലാസ്സിലാണ് ഇപ്പൊ പഠിക്കുന്നത്. ഞാൻ പപ്പ മരിച്ച സമയത്ത് ആദ്യമായി പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്, പപ്പ മരിച്ച സമയത്ത് ഞാൻ 7 മാസം ഗർഭിണിയായിരുന്നു. അവിടെ പപ്പ മരിച്ചെടുക്കുന്ന സമയത്ത് ഇദ്ദേഹം എന്നോട് ചോദിച്ചു. അന്നും തുടക്കം തൊട്ട് ഞങ്ങൾ തമ്മിൽ പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഒരു 6 മാസം. എനിക്കറിയാം, എനിക്ക് താല്പര്യം ഉണ്ടായിരുന്ന വിവാഹമായിരുന്നു. താല്പര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ
ഒരു അവരുടെ ഒരു കമ്മ്യൂണിക്കേഷൻ വെച്ച് എനിക്ക് വലിയ താല്പര്യമില്ലായിരുന്നു. എങ്കിലും കുഴപ്പമില്ല, എന്റെ നാട്ടുകാരാണ്, ആലപ്പുഴയോടുള്ള ഭയങ്കരമായ ഇഷ്ടം. പിന്നെ 2 പയ്യന്മാരേ ഉള്ളൂ. നമ്മുടെ വീട്ടുകാർ പറഞ്ഞിട്ട് നാത്തും പോലൊന്നും കാണത്തില്ല, നിനക്ക് സമാനത്തോടെ അവിടെ ജീവിക്കാം, അവർ അനിയച്ചാരാണോ ഉള്ളത്, അതിന് വലിയ വിഷയങ്ങളൊന്നും 2 ആമ്പിള്ളാരല്ലേ, പെൺകുച്ചുങ്ങളെ ഒരു പെണ്ണുപോലെ നോക്കും. നമ്മളെ വീട്ടിൽ രാജകുമാരിയായിട്ട് കഴിയുമ്പോൾ നമ്മുടെ ചെല്ലുന്ന രാജകുമാരിയായിട്ട് നോക്കിയില്ലെങ്കിൽ ഒരു മനുഷ്യസ്ത്രീയായിട്ട് കണക്കാക്കുമെന്ന് നമ്മൾ ചിന്തിക്കുന്നു. പിന്നെ എഡ്യൂക്കേഷൻ ഉണ്ട്, എഡ്യൂക്കേഷൻ, പക്ഷെ വിദ്യാഭ്യാസം ഒന്നിന്റെ മാനദണ്ഡമല്ലോ, അത് വെറുതെ ഒരു ഒരിക്കലും ഇപ്പൊ ഞാൻ അംഗീകരിക്കും. വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഒന്നിന്റെ മാനദണ്ഡമല്ല. വിദ്യാഭ്യാസം ഉള്ളവരാണ്, വിദ്യാഭ്യാസം ഉള്ള വലിയ കുലീന വലിയ ജോലികളിൽ ഇരിക്കുന്നവരൊക്കെയാണ് സ്വന്തം അമ്മേനെ അച്ഛനെയൊക്കെ കൊണ്ടുവരുന്നത്, ഓരോ കൊലപാതകങ്ങളിൽ പങ്കുചേരുന്നു എല്ലാം. അതുകൊണ്ട് അതിലൊന്നും വലിയ മനസ്സ് ഒരിക്കലും വിദ്യാഭ്യാസം കണക്റ്റഡ് അല്ല, ഒരു കണക്റ്റഡും അല്ല. കുറച്ച് ബുദ്ധി കിട്ടുമായിരിക്കും, പക്ഷെ വിവേകം കിട്ടണം. വിവേകമില്ല, ദയയില്ല, കൈൻഡ്നസ് ഇല്ല അവിടെ ഇല്ല. അവർക്കെല്ലാം പൈസയായിരുന്നു, എല്ലാം പൈസ, അവർക്കെല്ലാം അങ്ങോട്ട് കിട്ടണം, അങ്ങോട്ട് മേടിക്കണം, അതൊക്കെ അവർക്ക് കുറെ. അപ്പം പപ്പ അൺഎക്സ്പെക്ടഡ്ലി പപ്പ മരിക്കുന്നു, ഞാൻ പ്രഗ്നന്റ് ആണോ എന്ന് ആലോചിച്ചു. ഈ സമയത്ത് അപ്പൊ ഈ 7ാം മാസത്തിൽ ഞാൻ വളരെ ഷോക്കായിരുന്നു എനിക്ക്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് പപ്പയുടെ മൃതദേഹം താഴെ കിടക്കുവാണ്, കുളിപ്പിച്ചൊക്കെ കൊണ്ടുവന്നു. നമ്മളെ ജനങ്ങൾ ഒരുപാട് ആൾക്കാർ വന്ന് കാണുന്ന സമയത്ത് ഞാൻ മേളിലോട്ട് എന്തോ ബാത്റൂമിലോട്ട് പോകാനായിട്ട് കയറുമ്പോൾ ഈ മനുഷ്യൻ, എൻ്റെ എക്സ് ഹസ്ബൻഡ്, കേസ് ആയിട്ടില്ല, കേസ് കൊടുക്കാനുള്ള ഒരു ഇതിൽ ആയിട്ടില്ല ഇതുവരെ. ഞങ്ങൾ സെപ്പറേറ്റഡ് ആയിട്ട് ഇപ്പോൾ 1 വർഷമായി. അപ്പോൾ ലീഗലി മൂവ് ചെയ്തിട്ടില്ല. അപ്പോൾ പുള്ളി എന്നോട് കല്യാണം കഴിഞ്ഞപ്പോൾ 1 വർഷമായപ്പോഴാണ് പപ്പ മരിക്കുന്നത്. മേളിലോട്ട് കയറി പുള്ളി ഇങ്ങനത്തെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ അസ്വാരസ്യങ്ങളുണ്ട്, ഒരു 6 മാസത്തിന് ശേഷം ഉണ്ട്. കാരണം പങ്കുവച്ചിട്ടുണ്ടെന്നാണ് എന്റെ വിശ്വാസം. കാരണം ഇത് ആദ്യമായിട്ട് വിവാഹം കഴിക്കുന്ന ആമ്പിള്ളാർക്ക് എനിക്ക് തോന്നുന്നില്ല അയാൾ ഫസ്റ്റ് മാരേജ് തന്നെയാണ് എന്റെ വിശ്വാസം. ഇതിന് മുമ്പ് അയാൾക്ക് എന്തെങ്കിലും അലയൻസ് ഉണ്ടോ നമുക്ക് അറിഞ്ഞുകൂടാ, ഒഫീഷ്യലി ഇല്ലെന്നാണ് എന്റെ വിശ്വാസം. അപ്പോൾ ഫ്രഷ് ആയിട്ട് ഒരു പെൺകുട്ടിയെ സമീപിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ആൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം എല്ലാം ഫ്രഷ് ആയിരിക്കും, അവർക്ക് എന്ത് പറയണം. പക്ഷെ അങ്ങനെയല്ല പുള്ളിയോട് പലരും പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങൾ വെച്ചിട്ടാണ് പുള്ളി എന്നെ ഡിഫൈൻ ചെയ്തിരുന്നതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അല്ലാതെ പുള്ളി ഒരിക്കലും ഫ്രഷ് ആയിട്ട് എന്നെ സമീപിച്ചിട്ടുണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അല്ലെങ്കിൽ എല്ലാ രീതിയിലും അത് ഞാൻ അങ്ങോട്ട് മുന്നോട്ട് പറഞ്ഞു വരുമ്പോൾ കുറെ കാര്യങ്ങൾ പറയാനുണ്ട്. അപ്പോൾ അന്ന് ആദ്യമായിട്ട് എന്നെ തളർത്തി കളഞ്ഞൊരു സംഭവം പുള്ളി ഞാൻ മേലോട്ട് കയറി ചോദിക്കുന്ന ഒരു ചോദ്യം, അച്ഛൻ മരിച്ചു കിടക്കുവാണ് താഴെ. ഇവരാണ് എന്നെ ഓഫീസിൽ നിന്ന് വിളിച്ചോണ്ടൊക്കെ കൊണ്ടുവരുന്നു, പപ്പ മരിക്കുന്നു, പപ്പ മരിച്ച കാര്യങ്ങളൊന്നും അറിയിക്കാതെ തന്നെ കൊണ്ടുവരുന്നൊക്കെ ഇവരാണ് കാറിലൊക്കെ കയറിയത്. പക്ഷെ അപ്പോഴും പ്രശ്നങ്ങളുണ്ട്. മരിച്ച സ്ഥിതിക്ക് അപ്പം നമ്മളൊന്നും താഴേക്ക് പോകണം. എന്റെ ഓഫീസിലുള്ളവർക്ക് കുറെ അറിയാം എന്റെ ഫാമിലിയിൽ പ്രശ്നങ്ങളുണ്ട് കല്ല്, കാരണം അവർക്ക് പ്രിയപ്പെട്ടവളായിരുന്നു. ഞാൻ ചെല്ലുന്നതൊക്കെ ഞാൻ പ്രിയപ്പെട്ടവള് തന്നെയാണ്. അപ്പോൾ ഞാൻ മേലോട്ട് കയറി ചെല്ലുമ്പോൾ പുള്ളി എന്നോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്, ഇന്ന് ഞാനത് മറക്കില്ല. പിന്നെ ഞാൻ എത്ര ദിവസം ലീവ് എടുക്കണം? എന്റെ ഫാദർ എന്ന് പറഞ്ഞാൽ എനിക്ക് അത്രയും പ്രിയപ്പെട്ടവരായിരുന്നു. എന്റെ ലോകം കീഴ്മേൽ മറിഞ്ഞൊരു ദിവസത്തിൽ എന്നോട് ചോദിക്കുകയാണ്, ഞാൻ എത്ര ദിവസം ലീവ് എടുക്കണം, ലീവ് എടുക്കണോ? ഞാൻ മരവിപ്പില്ല നിൽക്കുന്നത്, എനിക്ക് ഫീലിങ്സ് ഇല്ല. അപ്പൊ ഞാൻ ചോദിച്ചു, നിങ്ങളുടെ ഇഷ്ടം എന്താന്ന് വെച്ചാൽ ചെയ്. അതായത് ഞാൻ അവിടെ മൂത്ത കുട്ടിയാണ്, അവരുടെ പ്രിയപ്പെട്ട മകൾ, എന്റെ പ്രിയപ്പെട്ട ഫാദർ താഴെ മരിച്ചു കിടക്കുന്നത് അൺഎക്സ്പെക്ടഡ്ലി. എന്നോട് ചോദിക്കുന്ന ചോദ്യമാണ്, ലീവ് എടുക്കണോ, എത്ര ദിവസത്തേക്ക് എടുക്കണം? ഇതൊക്കെ പുള്ളിക്ക് വിവേകത്തോട് ചെയ്യാൻ പറ്റില്ല. പുള്ളിക്ക് 32 വയസ്സുണ്ട് ആ സമയത്ത്. പുള്ളി ആ വീട്ടിലെ മൂത്ത മകനാണ്, അവർക്ക് അച്ഛനും അമ്മയും ഉണ്ട്, അച്ഛനും അമ്മയ്ക്കും അത്യാവശ്യം പ്രായമുണ്ട്. ഇങ്ങനെയുള്ള അവരെന്തുകൊണ്ട് അങ്ങനെ ചോദിക്കും? അതിനുശേഷം ആ വീട്ടിലെ ചടങ്ങുകൾക്കൊക്കെ പുള്ളി കൂടിയോ ഇല്ലയോ എന്ന് എനിക്ക് അറിയില്ല. മരുമകനെന്ന നിലയിൽ ചെയ്യുന്ന ചടങ്ങുകളൊന്നും പുള്ളിയുടെ വീട്ടുകാരും ചെയ്തിട്ടില്ല. ഹിന്ദു ആചാരപ്രകാരം കുറെ കാര്യങ്ങൾ ചെയ്യാനുണ്ട്, മറ്റുള്ളവർ പറഞ്ഞാണ് ചെയ്യിക്കുന്നത്. അപ്പം അത് അങ്ങനെ കുറെ കാര്യങ്ങൾ അങ്ങനെ കടന്നുപോയി. അതിനുശേഷം അടിയന്തരം 40 ദിവസമൊക്കെ കഴിഞ്ഞ് പുള്ളി പതുക്കെ വരൽ നിൽക്കുന്നു. പിന്നെ എന്നോട് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. പുള്ളി ഒരു ദിവസം ചെക്കപ്പിന് പോകുന്ന സമയത്ത്, പ്രഗ്നന്റ് ആണല്ലോ, നിനക്ക് വീട്ടിലേക്ക് വന്ന് നിന്നൂടെ? എന്നോട് ചോദിക്കുന്നു, നിനക്ക് വീട്ടിലേക്ക് തിരിച്ചു. ഞാൻ പറഞ്ഞു, എൻ്റെ അമ്മ പപ്പയെക്കാളും നല്ല ഏജ് ഡിഫറൻസ് ഉണ്ട്, 10-12 വയസ്സ് ഡിഫറൻസ്. അപ്പോൾ അവർ ചെറുപ്പമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, എൻ്റെ അമ്മയെ സംബന്ധിച്ചിടത്തോളം അവർ കളർ ഡ്രസ്സ് ഇടുകയും ഏറ്റവും സ്മാർട്ടായിട്ട് നടക്കുകയും ഒരു ടീച്ചറാണെന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു അപ്പിയറൻസ് ഉള്ള സ്ത്രീയാണ് എൻ്റെ അമ്മ. വളരെ ആക്റ്റീവാണ്. പപ്പ ഇല്ലാഞ്ഞുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും അമ്മയാണ് ഇന്ററാക്ട് ചെയ്തുകൊണ്ടിരുന്നത്. ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഞങ്ങൾ അതുപോലെ വളർത്തിയ ഒരു സ്ത്രീയാണ്. അപ്പൊ അവര് ട്രോമയിലേക്ക് പോകാൻ മൂത്തമളെന്നതിൽ എനിക്ക് ഒരിക്കലും അനുവദിച്ചു കൊടുക്കാൻ പറ്റത്തില്ല. അപ്പൊ ഞാൻ അവിടെ സ്ട്രോങ് ആകണം. ഞാൻ അവിടെ സ്ട്രോങ് ആയി. ബേസിക്കലി ഇൻസൈഡ് ഒരു ദൈവം എനിക്ക് അങ്ങനെ ഒരു അനുഗ്രഹം തന്നിട്ടുണ്ട്. ഒരു സിറ്റുവേഷൻ അതുവരെ ഞാൻ ഭയങ്കര ഭയപ്പാടിലായിരിക്കും, പക്ഷെ ആ പോയിന്റ് വന്നു കഴിയുമ്പോൾ എനിക്ക് എവിടുന്ന് ഒരു പവർ കിട്ടും. പെട്ടെന്ന് എന്റെ കണ്ണീരൊക്കെ അകത്തോട്ട് പോകും, ഞാനൊരു സ്ട്രോങ് വുമൺ ആയിട്ട് മാറും. പിന്നെ അപ്പൊ അങ്ങനെ ആ ഒരു മൊമെന്റിൽ പുള്ളിയോട് ഇരിക്കാൻ, വീട്ടിലേക്ക് വന്ന് നിൽക്കി, കുഞ്ഞിന്റെ ആരോഗ്യത്തിന് അതാ നല്ലത്. ഞാൻ പറഞ്ഞു, എന്റെ അമ്മയെ വിട്ട് ഞാൻ ഇവിടത്തും വരില്ല. അവര് എന്നെ പ്രസവിച്ചു വളർത്തി പൊന്നുപോലെ കെട്ടിച്ചുവിട്ടൊരു സ്ത്രീയാണ്. അവരിവിടെ തളർന്നു കിടക്കും. എന്റെ ആങ്ങളെ എന്ന് പറയുമ്പോൾ അത്രയ്ക്ക് മെച്ചുവേർഡ് ആയിട്ടില്ല. എന്നെക്കാളും 2-2.5 വയസ്സിന് ഡിഫറൻസ് ഉള്ളെങ്കിൽ പോലും വളർന്നിട്ടില്ല. അത്രേ ഉള്ളൂ. ആ സമയത്താണ് പറയുന്നത്. അപ്പൊ 17-18 വയസ്സേ ഉള്ളൂ. അല്ല, എനിക്ക് ആ സമയത്ത് 28 വയസ്സുണ്ട്, അവൻ 25 വയസ്സ്. ആ സമയത്ത് എന്നാലും വലിയ പ്രായമൊന്നും ആയിട്ടില്ലല്ലോ. അവൻ അങ്ങനെ വളർന്ന ചെല്ലക്കുട്ടിയായിരുന്നു വീട്ടിലെ. അവനപ്പോ ജോലി കിട്ടി, അവൻ ഗൾഫിൽ പോയി, പ്ലേസ്മെന്റ് കിട്ടി, ഗൾഫിൽ പോയി അവധിക്ക് വന്ന സമയം.
അങ്ങനെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നു. അപ്പോൾ പ്രശ്നങ്ങളായി. അപ്പോൾ ഞാൻ വീട്ടിലോട്ട് ചെല്ലത്തില്ലെന്ന് പറയുന്നു. അപ്പോൾ ഇവർക്ക് എൻ്റെ പ്രസവം എങ്ങനെയാണ്, അപ്പം പ്രസവം ഞാൻ മെഡിക്കൽ കോളേജിലാണ്, അത് വലിയൊരു ട്രോമയായിരുന്നത്. അത് ഞാൻ പിന്നീട് ഒരു എപ്പിസോഡിൽ പറയാം, അത് കുറേ ഉണ്ട് പറയാനായിട്ട്. അത്രയും ദാരുണമായ ഒരു ട്രോമയായിരുന്നു. എന്താ സംഭവിച്ചത്? എന്താ മെഡിക്കൽ കോളേജിൽ നമ്മളെ ഒരിക്കലും മെഡിക്കൽ കോളേജിൽ നമ്മൾ പ്രസവം ഓപ്റ്റ് ചെയ്യരുത്. പ്രസവം ഓപ്റ്റ് ചെയ്താൽ അത്രമാത്രം ഹീനമായ, അതായത് അവിടുത്തെ ബാത്റൂമുകൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും ഒരു ഗർഭിണിക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത ബാത്റൂമുകൾ. ലൈറ്റ് ഇല്ല, വൃത്തിയുള്ള വെള്ളമില്ല. ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജ്. വണ്ടാനം മെഡിക്കൽ കോളേജ് ഒരുപാട് അലിഗേഷൻസ് കിടക്കുന്ന ഒരു ഹോസ്പിറ്റലും കൂടിയാണ്. വളരെ മോശമായിട്ട് ഡോക്ടർമാരുൾപ്പെടെ മോശമായിട്ട് ഉൾപ്പെടെ ഞാൻ അവിടുത്തെ എന്നെ സ്പെഷ്യലായിട്ട് ചികിത്സിച്ച ഡോക്ടറുടെ വാക്കുകൊണ്ട് മാത്രമാണ് ഞാൻ അവിടെ പോയത്. അത് ശരിയാണ്, ഡോക്ടർ ചികിത്സയൊക്കെ അടിപൊളിയാണ്. പക്ഷേ സൗകര്യങ്ങളും അവിടുത്തെ അറ്റൻഡർമാരുടെയും നഴ്സുമാരുടെയും ബിഹേവിയർ പെട്ടുപോയി ശരിക്കും അനുഭവിച്ചു. എന്റെ ഒരു പോസ്റ്റ്മോർട്ടം സിൻഡ്രോം ഉണ്ടാകാൻ പോലും കാരണം ഈ വണ്ടാനം മെഡിക്കൽ കോളേജാണെന്ന് ഞാൻ പറയും. അവരുടെ പെരുമാറ്റം, എൻ്റെ കുഞ്ഞിനോട് പോലും എനിക്ക് സ്നേഹം തോന്നിയിട്ടില്ല. ആ പോയിന്റിൽ ഒരു 6 മാസം കഴിഞ്ഞാണ് അത് എൻ്റെ മോളാണ് എന്ന് പോലും ഞാൻ സ്നേഹത്തോടെ പോലും എന്നെ ചേർത്ത് പിടിക്കുന്നതല്ല. അത്രത്തോളം അനുഭവിച്ചു. അത് പിന്നെ അതുകൂടാതെ ഈ ഹസ്ബൻഡിന്റെ ഭാഗത്തു നിന്നുള്ള ഇത്തരത്തിലുള്ള ഡിറ്റാച്ച്മെന്റ്, പുള്ളി വിളിക്കുകയോ വന്ന് കാണുകയോ ഒന്നും ചെയ്യത്തില്ല. എല്ലാത്തിനും കുറ്റം. വീട്ടിലേക്ക് വരുമ്പോൾ ഞങ്ങളുടെ വീട് ഒരു മരണം നടന്ന വീടാണ് എന്നൊരു പരിഗണന വേണ്ട. അവരെ ഒന്നും ചെയ്യേണ്ട, പൈസ ആയിട്ടൊന്നും സഹായിക്കേണ്ട, വേറെ ഒന്നും വേണ്ട, അതൊക്കെ നമ്മൾ നോക്കിക്കോളാം. പക്ഷെ ഒരാളെന്ന നിലയിൽ മകളാണ് വയറ്റിൽ ഉദരത്തിൽ കിടക്കുന്നതെന്ന് ചിന്തിക്കാനുള്ള ഞാൻ പുള്ളിയോട് പിന്നീടുള്ള എൻ്റെ ജീവിത സന്ദർഭങ്ങളൊക്കെ ഞാൻ പുള്ളി നിങ്ങൾക്ക് എന്നെ സ്ത്രീയായിട്ട് പരിഗണിക്കണ്ട, നിന്നെ ഞാൻ സ്ത്രീയായിട്ട് കണ്ടിട്ടില്ലെന്ന് അയാൾ പലവട്ടം എന്നെ മുഖത്ത് നോക്കി പറഞ്ഞു. എൻ്റെ കൂടെ കിടന്നിട്ട് അയാളുടെ മകളുടെ അമ്മയായിട്ട് അയാൾ എന്നോട് പലവട്ടം മുഖത്ത് നോക്കി പറഞ്ഞിട്ടുണ്ട്, നിന്നെ ഞാൻ സ്ത്രീയായിട്ട് പരിഗണിച്ചിട്ടില്ല എന്ന്. ആ വൃത്തികെട്ടവൻ ഈ സ്വന്തം മകളുടെ അയാളുടെ മകൾക്ക് ജന്മം നൽകിയ ഒരു അമ്മ എന്ന ഒരു പരിഗണന അത് ഞാൻ അർഹിക്കുന്നില്ലെന്ന് ഞാനോട് ചോദിച്ചിട്ടുണ്ട്. അതുപോലും തരാതെ 2.5 വർഷം ഞങ്ങളെ അപനം ചെയ്തു അയാൾ. ആത്മരോഷം ഉള്ളതുകൊണ്ടാണ് വൃത്തികെട്ടവൻ. തീർച്ചയായിട്ടും ഞാൻ വിളിക്കും. ഞാൻ ഇനി കോടതിയിലും അത് തന്നെ വിളിക്കത്തുള്ളൂ. കോടതിയിൽ ചിലപ്പോൾ പറയും നീ മര്യാദയ്ക്ക് സംസാരിക്കൂ എന്ന് ചിലപ്പോൾ പറയുമായിരിക്കും. എങ്കിലും എനിക്കത് പറയാതിരിക്കാനാവില്ല. കാരണം ആ മനുഷ്യൻ എന്നെ അത്രത്തോളം ട്രോമയിലേക്ക് തള്ളിവിട്ടൊരു മനുഷ്യനാണ്. സ്വന്തമായിട്ട് നിലപാടുകളില്ലാത്ത, സ്വന്തമായിട്ട് എന്താ നട്ടലിന്റെ സ്ഥാനത്ത് വാഴപ്പിണ്ടിയായിട്ട് നടക്കുന്ന ഒരുത്തരെന്ന് എനിക്ക് ചിലപ്പോഴൊക്കെ തോന്നിയിട്ടുണ്ട്. കാരണം ഒരു കുടുംബം നോക്കാൻ കെൽപ്പില്ലെങ്കിൽ, ഒരു ഭാര്യയെ നോക്കാൻ കഴിവില്ലെങ്കിൽ, അവളുടെ ഗ്രിവൻസസ് അറിയാൻ സാധിക്കുന്നില്ലെങ്കിൽ, പൈസയല്ല അവിടുത്തെ വിഷയം, നിലപാടുകളാണ്. അതില്ലെങ്കിൽ വിവാഹം കഴിക്കാൻ പോകരുത്. അന്തസ്സായിട്ട് എനിക്ക് താല്പര്യമില്ലെന്ന് അതുപോലും പറയാനുള്ള ഒരാളുടെ ജീവിതം കൂടി നശിപ്പിക്കേണ്ട കാര്യമില്ലല്ലോ. പുള്ളി തന്നെ പറഞ്ഞിട്ട് എനിക്ക് വിവാഹത്തിന് അത്ര താല്പര്യമില്ലായിരുന്നു, എനിക്ക് വണ്ണം ഉണ്ടായിരുന്നു, കാണാൻ സുന്ദരിയാണെങ്കിൽ ഞാൻ ചബ്ബിയാണ്, ഇതുപോലൊക്കെ തന്നെ വേണം, ഇതിനേക്കാളും എനിക്ക് ഉണ്ടായിരുന്നു. എന്റെ വേറെ ലുക്കാണ്, മുടിയൊക്കെ നീട്ടി വളർത്തി എണ്ണയൊക്കെ പതിപ്പിച്ച്. അപ്പൊ ഞാൻ നിങ്ങളുടെ വീട്ടുകാരോട് പറയാമായിരുന്നില്ലേ താല്പര്യമില്ലെന്ന്? എന്തുകൊണ്ട് നിങ്ങൾ പുരുഷനല്ലേ? ഞാൻ എന്റെ വീട്ടിൽ പറയുമ്പോൾ കുറച്ച് പ്രശ്നങ്ങളാവും. കാരണം ഞാനൊരു പെണ്ണാണ്, ഞാൻ എന്തിനത് അങ്ങനെ ഒരു നിലപാടുണ്ടല്ലോ എൻ്റെ വീട്ടുകാർക്ക്. അപ്പം കല്യാണം 10-28 വയസ്സിലാണ് കല്യാണം നടക്കുന്നത്. അപ്പോൾ എന്തിനാണ് നീ വേണ്ടെന്ന് നോക്കി, ഇനി വേറെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ, വല്ല കാമുകനുണ്ടെങ്കിൽ ഞാൻ അപ്പോഴൊക്കെ ഞാൻ ആഗ്രഹിച്ചു എനിക്കൊരു കാമുകനുണ്ടായിരുന്നെങ്കിൽ അതെങ്കിലും പറഞ്ഞ് എനിക്കിത് വേണ്ടായിരുന്നു, വെക്കാമായിരുന്നു എന്ന് പിന്നീട് ഞാൻ ചിന്തിച്ചു. ആ പോയിന്റ് ചിന്തിച്ചിട്ടില്ല. അതുപോലെ തന്നെ ഈ പറയുന്ന വ്യക്തിയുടെ ഭാഗത്ത് നിന്ന് ഫിസിക്കൽ അബ്യൂസ് ഉണ്ടായിട്ടുണ്ട്. ഫിസിക്കൽ അബ്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ഞങ്ങൾ 2.5 വർഷം പുള്ളി അപനം ചെയ്തു. 1 രൂപ പോലും തരാതെ, മാനസികമായിട്ട് വിളിക്കാതെ 2 വർഷം എന്നെ വിളിച്ചില്ല. ഒന്ന് ആലോചിക്കണം, ഒരു പിഞ്ചു കുഞ്ഞാണ്, പപ്പ മരിച്ച വീട്, ഞാനും ആ കുഞ്ഞും കൂടെ അനുഭവിച്ചത്. എൻ്റെ അമ്മ കിടന്ന് നോക്കി, അവർ ആ ട്രോമയിൽ ഇരുന്നിട്ട് പോലും അതെല്ലാം മറന്നുകൊണ്ട് ഞങ്ങൾക്ക് വേണ്ടി അഹോരാത്രം കഷ്ടപ്പെട്ടു. എൻ്റെ ആങ്ങളെ പിന്നെ ജോലിക്ക് പോയി, നാട്ടിൽ തന്നെ ജോലി കണ്ടെത്തി. കാരണം വേറെ ആരും വീട്ടിലില്ല. എനിക്ക് പ്രസവ ശുശ്രൂഷ ചെയ്യാൻ വേണ്ടിയിട്ടാണെങ്കിൽ പോലും അവൻ നാട്ടിൽ വേണം. കാരണം മറ്റു കാര്യങ്ങൾ നടത്തണ്ടേ, സാധനങ്ങൾ വാങ്ങിക്കണം, അങ്ങനെയുള്ള. ഞാനാണ് അതുവരെ എല്ലാം നടത്തിക്കൊണ്ടിരുന്നത്. ഞാൻ 9ാം മാസം വരെ 3 നില കയറി ജോലിക്ക് പോയിരുന്ന വ്യക്തിയാണ്. അതിനുശേഷം ഞാൻ അതായപ്പോൾ നമുക്ക് പോകാൻ പറ്റില്ല, നമ്മൾ ആ പ്രസവ ശുശ്രൂഷയും കാര്യങ്ങൾ, വീട്ടിൽ നിന്ന് കുഞ്ഞിന്റെ കാര്യങ്ങൾ നോക്കണം. അങ്ങനെ ഇരുന്ന സമയത്ത് ഒരിക്കലും തിരിഞ്ഞു നോക്കിയിട്ടില്ല, ഒരു സ്നഗ്ഗി പോലും ആ കുഞ്ഞിന് വാങ്ങിച്ചു തന്നിട്ടില്ല. 2 വർഷം നോക്കിയില്ല. 2 വർഷം നോക്കാതിരുന്നിട്ട് ഇയാള് പാർട്ടി ഓഫീസിൽ ഞങ്ങൾ അതുവരെ ഞങ്ങൾ നാണക്കേട് കാരണം ഇത് ആരോടും പറഞ്ഞില്ല. പാർട്ടിക്കാർ ഒരു സെന്റ് വീട്ടിൽ തിരക്കി വന്നു. നമ്മുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഏരിയ, ഞങ്ങളുടെ ഏരിയ. അപ്പം നമുക്ക് പാർട്ടിയിലൊക്കെ പിരിവൊക്കെ കൊടുക്കും. നമുക്ക് പാർട്ടി ഇല്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ എല്ലാവർക്കും, ഗൾഫുകാരുടെ വീടായതുകൊണ്ട് എല്ലാവർക്കും പിരിവ് കൊടുക്കും. എല്ലാവർക്കും ഭയങ്കര കാര്യമാണ് നമ്മളെ ആസ് എ പേഴ്സൺ എന്നല്ല. പാർട്ടിയായിട്ട് അവിടെ നമ്മൾ വേർതിരിവൊന്നും ഇല്ലാത്തൊരു ഗ്രാമമാണ്. അങ്ങനെ അവർ വീട്ടിൽ തിരക്കി വന്നപ്പോൾ ഞാൻ അവരുടെ മുഖത്ത് നോക്കി, ഞാൻ അങ്ങനെ പൊട്ടിത്തെറിച്ചു. ഞാൻ പറഞ്ഞു, ഇത് ആരാ പറഞ്ഞത്? ഇന്ന ആളുടെ, അവർക്ക് എന്തോ ഒരു ബന്ധു പാർട്ടിക്കാരനുണ്ട്, അവരുടെ അമ്മാവനാരുണ്ട്, അത് കൊച്ചിനെയും തള്ളയും വിട്ടുകൊടുക്കണം, പിടിച്ചു വെച്ചിരിക്കുകയാണ് നിങ്ങളുടെ അമ്മ. ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് നാണം ഉണ്ടോ? എൻ്റെ ഒരു പാർട്ടി കല്യാണം അല്ലായിരുന്നു, എനിക്കത് പാർട്ടിയല്ല കല്യാണം നടത്തി തന്നത്. ഞങ്ങൾക്ക് പാർട്ടി, എൻ്റെ അറിവിൽ ഞാൻ SNDP കാരിയാണ് ഞാൻ. അപ്പൊ SNDP ശാഖ അറിഞ്ഞ് നടത്തിയ ഒരു കല്യാണം, അമ്പലത്തിലല്ല, ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്തിയൊരു ക്രിസ്ത്യൻ ഓഡിറ്റോറിയത്തിൽ വെച്ച് SNDP ശാഖയുടെ ആശീർവാദത്തോടെ നടത്തിയൊരു കല്യാണമാണത്. അപ്പോൾ അതുകൊണ്ട് തന്നെയും അവിടെ ആരെയും പാർട്ടിക്കാരെ ബന്ധുക്കളെന്ന നിലയിൽ വിളിച്ചിട്ടുള്ളൂ, പാർട്ടിയായിട്ട് വിളിച്ചിട്ടില്ല. ഞങ്ങളുടെ വീട്ടിൽ ആരും പാർട്ടിക്കാരും ഇല്ല. അത് നിങ്ങൾക്ക്, അപ്പോൾ അവരങ്ങ് ചമ്മിപ്പോയി. 2 ലേഡീസാണ് വന്നത്. ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് അത് CPM-ന്റെ ഭാരവാഹികളായിരുന്നു. ഞാൻ ചോദിച്ചു, ആരോട് ചോദിച്ചു നിങ്ങൾ ഈ വീട്ടിൽ? ഈ ചോദ്യം എന്നോട് ചോദിച്ചു. നിങ്ങളത് കോടതിയാണെന്ന് ചോദിച്ചു. അങ്ങനെയാണ് ഞാൻ ഇയാൾക്കെതിരെ ഫസ്റ്റ് കേസ് കൊടുക്കുന്നത്. കേസ് ഒന്ന് കൊടുത്തതാ. ഫസ്റ്റ് ഞാൻ മൊളസ്റ്റേഷനും ഗാർഹിക പീഡനത്തിനും ഒക്കെ, സ്ത്രീധന പീഡനത്തിനും ഒക്കെ ഞാൻ കേസ് കൊടുത്തായിരുന്നു. കാരണം കുഞ്ഞിനെ അയാൾ ജീവനാംശം തരുന്നില്ല. അപ്പൊ എൻ്റെ ഒരു ചിന്താഗതി അപ്പൊ എന്തായിരുന്നു അറിയാവോ? എന്നെ വഴിയിൽ എവിടെയോ വെച്ച് കണ്ടു പരിചയപ്പെട്ട് ഗർഭിണിയാക്കി പച്ചമലയാളത്തിൽ പറഞ്ഞാൽ പഴപ്പിച്ചിട്ട് പോയ ഒരു വ്യക്തി എന്നൊരു ചിന്താഗതിയായിട്ട് എനിക്ക് എന്നെ തോന്നുന്നത്.
അന്തസ്സായിട്ട് ഫിസിക്കലി അതുപോലെ അബ്യൂസ് ചെയ്തിട്ടുണ്ട് ഒരുപാട് തവണ. ഈവൻ സെക്ഷൽ അബ്യൂസ് ഒന്നും അയാൾ ചെയ്തിട്ടില്ല. അത് നമ്മൾ പറയുന്ന കള്ളവായി പോകും. പക്ഷെ എന്നെ എന്റെ ഫിസിക്കൽ നീഡ്സ് നിഷേധിച്ചൊരു വ്യക്തിയാണ്. ആദ്യമൊക്കെ ഞാൻ ചിന്തിച്ചിട്ടുണ്ട് അയാൾ ഗേ ആയിരിക്കുമെന്ന്. ഈ പറയുന്ന പോലെ ആദ്യ കാലഘട്ടത്തിൽ, അതായത് പുതുമോടി കഴിഞ്ഞുള്ള കാലഘട്ടങ്ങളിൽ പിന്നീട് പുള്ളിക്ക് ഒരു താല്പര്യക്കുറവ് പുള്ളിക്ക് തോന്നുമ്പോഴാണ് പുള്ളി വരുന്നത്. പിന്നെ താല്പര്യം ഉണ്ടായ 2.5 വർഷം ഞങ്ങൾ ഈ പറയുന്ന പോലെ വീട്ടിലായിരുന്നു. അതായത് ശാരിക ആഗ്രഹിക്കുന്ന ഒന്നും അയാളിൽ നിന്ന് കിട്ടിയിട്ടില്ല. ഒന്നും കിട്ടിയിട്ടില്ല. ഇവൻ ഒരു സ്നേഹമോ സഹതാപമോ ബഹുമാനമോ ഒന്നും അയാൾ തന്നിട്ടില്ല. സാമ്പത്തികവും തന്നിട്ടില്ല. ഫിസിക്കലിയും ഒന്നും അയാളുടെ ശമ്പളത്തിന് 1 രൂപ പോലും എനിക്ക് തന്നിട്ടില്ല. കാരണം എന്റെ കുഞ്ഞിനുള്ളത് അത് ഈ കോടതി പറഞ്ഞു. കോടതി അയാളുടെ മുഖത്തേക്ക് ചോദിച്ചു, എന്താണ് താൻ കുഞ്ഞിന് ചെലവിന് കൊടുക്കാത്തത്? എന്റെ പൈസ ഇല്ല, ഇപ്പൊ നിനക്ക് എത്ര രൂപ കൊടുക്കാൻ പറ്റും? 1000 രൂപ. ജഡ്ജി പുച്ഛിച്ചു, തനിക്ക് നാണം ഉണ്ടോടോ? ഒരു സ്നഗ്ഗി മേടിക്കാനുള്ള കാശില്ലോടോ? തനിക്ക് MBA കാരനല്ലോടോ താൻ? ഇന്നടുത്ത് നാഷണൽ ഹെൽത്ത് മിഷനിൽ വർക്ക് ചെയ്തൊരു വ്യക്തിയാണ് പുള്ളി. ഒരു നല്ല പൊസിഷനിൽ വർക്ക് ചെയ്തതാണ്. പിന്നെ കയ്യിരിപ്പ് പറഞ്ഞാൽ അവർ തന്നെ അവിടെ നിന്ന് പറഞ്ഞു വിട്ടു. അപ്പൊ അങ്ങനെ ഇരുന്നൊരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം പുള്ളി നാണമില്ലെന്ന് ചോദിച്ചു. അവസാനം ഞാൻ അതിന്റെ ഇടയ്ക്ക് കേസ് നടക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് ഒരു ആക്സിഡന്റ് ഉണ്ടായി. എനിക്കും എന്റെ മോക്കും ബസ് ആക്സിഡന്റ് ഉണ്ട്. എന്റെ മോളുടെ പല്ലൊക്കെ പോയി ഫ്രണ്ടിൽ. അതിനുശേഷം അപ്പൊ നമ്മൾ ട്രോമയിലേക്ക് പിന്നെയും വരുമല്ലോ. അപ്പൊ പിന്നെ ഇവർ തമ്മിൽ സെപ്പറേറ്റ് മാറി താമസിക്കുന്ന കൺസേൺ ഒക്കെ പറഞ്ഞിട്ട് ഇവർക്ക് സെപ്പറേറ്റ് മകനെ വിട്ടു തരത്തില്ല. അവര് മകന്റെ വരുമാനം നഷ്ടപ്പെട്ടു പോകുമല്ലോ. അതാണ് എനിക്ക് തോന്നിയത്. ഈ അവരെ പറ്റത്തില്ല. അവരെ പ്രത്യേക കൗൺസിലിംഗ് ഒക്കെ ചെയ്തു. അമ്മയുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും, അതായത് ഊഹാപോഹങ്ങൾ മാത്രമേ ഉള്ളൂ? അതായത് പ്രഥമദൃഷ്ടിയ അവർ കണ്ടിട്ടുണ്ടോ എന്തെങ്കിലും? പ്രഥമദൃഷ്ടിയ നമ്മുടെ മുമ്പിൽ ചോരൊന്നും പറയത്തില്ല. ഞങ്ങൾ ഊഹാപോഹങ്ങളല്ല, വാക്കുതർക്കങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. കൗൺസിലർക്ക് അവർ പറഞ്ഞു, ഞങ്ങൾക്ക് എന്റെ മോനെ വിട്ടുകൊടുക്കാൻ പറ്റത്തില്ല, അവന്റെ വരുമാനമാണ് ഞങ്ങൾക്ക് വേണ്ടത്. അപ്പം ഭാര്യ എന്ത് ചെയ്യും? ഭാര്യയ്ക്ക് ജോലിയില്ല. ഞാനൊരു ജോലി, എന്റെ മോക്ക് വേണ്ടി ഞാൻ എന്റെ ജോലി ഉപേക്ഷിച്ചു. അവളെ നോക്കാൻ ആരുമില്ല. എന്റെ അമ്മയ്ക്ക് വീട്ടിലെ കാര്യങ്ങൾ നോക്കുമ്പോൾ എന്റെ കുഞ്ഞിന്റെ കാര്യം ഞാൻ നോക്കണ്ടേ? എന്റെ അമ്മയ്ക്ക് എന്റെ കുഞ്ഞിന്റെ കാര്യം നോക്കാൻ പറ്റില്ല. എന്റെ ആങ്ങളയ്ക്ക് പണിയെടുക്കാൻ പോണം. അവന് വീട്ടിലെ കാര്യങ്ങൾ ബ്രെഡ് വിന്നർ ആണ്. അപ്പൊ പിന്നെ അവനൊന്നും മാരീഡ് അല്ല. സോ എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ കുഞ്ഞിന്റെ കാര്യങ്ങൾ നോക്കാൻ വേണ്ടിയിട്ട് ഞാൻ ജോലി റിസൈൻ, നല്ല ശമ്പളം, അത്യാവശ്യം ശമ്പളോടെ ജോലിയായിരുന്നു. NIF എന്ന് പറഞ്ഞ സ്ഥാപനത്തിലാണ് ഞാൻ വർക്ക് ചെയ്തത് പണ്ടത്തെ. പക്ഷെ അത്യാവശ്യം നല്ലൊരു പൊസിഷൻ വർക്ക് ചെയ്യുന്നതുകൊണ്ട് അത്യാവശ്യം ശമ്പളം ഉണ്ടായിരുന്നു. നമുക്ക് കഴിഞ്ഞു പോകാനുള്ള ശമ്പളം ഉണ്ടായിരുന്നു. പക്ഷെ അന്ന് ആലപ്പുഴ തന്നെയായിരുന്നു. അപ്പോൾ അതും ഞാൻ വേണ്ടെന്ന് വെച്ചു. കാരണം എൻ്റെ മോക്ക് വേണ്ടി ഞാൻ ത്യാഗം, അതൊക്കെ എൻ്റെ ജീവിതം, എൻ്റെ ജോബ്, ഇതെല്ലാം ഞാൻ ത്യാഗം ചെയ്തൊരു വ്യക്തി എൻ്റെ മോക്ക് വേണ്ടിയിട്ട്. അതിനുശേഷം പുള്ളി 2.5 വർഷം കുഞ്ഞിനാട് നോക്കിയിട്ടുമില്ല. അപ്പോൾ ആരുണ്ടെന്ന് ഏൽപ്പിക്കാൻ ആരുമില്ല. ഒരു മെന്റൽ സപ്പോർട്ട് ഇല്ല. അമ്മ ഓൾറെഡി ട്രോമയിലാണ്. പപ്പ മരിച്ചു. പിന്നെ ആകെയുള്ള സമാധാനം ഈ കുഞ്ഞും അവരുടെ മകളും. അവളോട് എന്ത് പറയാൻ, ആ കുഞ്ഞ് എന്നാലും അവർ പ്രത്യേക മെന്റൽ ട്രോമയിലുണ്ട്. അവരുടെ കണ്ണിൽ മുമ്പിൽ കിടന്ന് മരിക്കുമായിരുന്നു എൻ്റെ പപ്പ. പെടഞ്ഞ് മരിക്കും. അപ്പം അമ്മ മുകളിലേക്ക് വിളക്ക് വയ്ക്കാൻ പോയ സമയത്ത് തിരിച്ചു വന്ന് നോക്കുമ്പോൾ മണ്ണിൽ കിടക്കുന്ന പപ്പയെ കാണുന്നു. ആലോചിച്ച് നോക്കൂ, പപ്പയുടെ കണ്ണടപ്പിച്ച് എൻ്റെ അമ്മയാണ്.